Praise the Lord, Pastor. കുറച്ചു കാലങ്ങൾക്ക് ശേഷം വീണ്ടും വിജയകരമായി പങ്കെടുക്കുന്ന ഭാഗത്തോട് നന്ദി പറയുന്നു. കർത്താവ് ഈ ദിവസങ്ങളിൽ വലിയ വാഗ്ദാനങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രദേശത്ത് നമ്മുടെ പട്ടണത്തിനകത്ത് നമ്മളുള്ള ആത്മീയ മേഖലയ്ക്കകത്ത് വലിയ ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു സമയത്തിലാണ് നമ്മളായിരിക്കുന്നത്. രാജ്യകാല ഉണർവിൻ്റെ ജനറേഷനിലാണ് നമ്മൾ ആയിരിക്കുന്നതെന്ന് ഓർക്കുക. കർത്താവ് വളരെ ശക്തമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കിട്ടും വരെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ വചനങ്ങളെ ചിന്തിച്ച് പ്രാർത്ഥിച്ച് പറ്റുക. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആധാരമായി നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചിന്തിക്കേണ്ടി ഇൻട്രൊഡക്ഷൻ എന്ന നിലയിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ട് കർത്താവിൻ്റെ വചനത്തിൻ്റെ അകത്ത് ഒരുപാട് ആത്മീയ ഭൗതിക മർമ്മങ്ങൾ വെച്ച് കിടക്കുന്ന സത്യം നമുക്ക് ഒഴിച്ചുകൂടാനാകാത്ത ഒരു സത്യമാണ്. ദൈവവചനത്തിൻ്റെ വ്യാപ്തി, ദൈവവചനത്തിൻ്റെ ഡെപ്ത്, അതിൻ്റെ ആഴം ഒന്നും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയത്തില്ല. എങ്കിലും ജനറേഷനായി പലവിധമായ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും തിരുവചനത്തിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. കർത്താവിൻ്റെ വചനം അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. മറ്റു പലതും സിവിലൈസേഷൻ മാറിക്കൊണ്ടിരിക്കുന്നു, ജീവിതശൈലികൾ മാറിക്കൊണ്ടിരിക്കുന്നു, കാലഘട്ടങ്ങളിൽ പലതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ കാലഘട്ടത്തിലും ഓരോ ഡെവലപ്മെന്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത്ര വളരെ സയന്റിഫിക് വലിയ ഉച്ചകോടിയിലൊക്കെ കിട്ടുന്ന ഒരു സമയത്ത് ദൈവവചനത്തിൽ ഒരു മാറ്റവും ഇല്ലായിരുന്നു. ഇന്നും നമുക്ക് അതിശക്തി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. വചനത്തിന്റെ ശക്തി നമ്മൾ ഈ ദിവസങ്ങളിൽ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. സഭ അത് ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. വ്യക്തി ജീവിതങ്ങൾ അതിനെക്കുറിച്ച് പ്രധാനമായി പഠിക്കേണ്ടതുണ്ട്. വചനത്തിന്റെ അപര്യാപ്തതയും ഉണർവിലേക്കുള്ള ഒരു തടസ്സമായി മാറ്റപ്പെടാറുണ്ട്. വചനത്തിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നുള്ള ഒരു സന്ദേശത്തിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു ആത്മീയ തലവും ആ തലത്തിലേക്ക് നമ്മൾ എത്തപ്പെടുക എന്നുള്ളതാണ് ഒരു നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു തലമല്ല, ദൈവം ആഗ്രഹിക്കുന്ന ഒരാത്മ പ്രവേശിക്കുക എന്നുള്ളതാണ് സ്വർഗം എപ്പോഴും ആഗ്രഹിക്കുന്നത്. ആ ഒരു ആത്മീയ ഞാൻ നിങ്ങൾക്ക് പാലത്തിലിടുന്നത് ഇതുവരെ ഞാൻ സംസാരിച്ചത് പ്രൈമറി കാര്യങ്ങൾ മാത്രമാണ്. ആഴമായ വചനത്തിന്റെ വ്യാപ്തി കടക്കുന്നില്ല. അതിനിപ്പുറം തന്നെ നിങ്ങൾ അതിലേക്ക് വീഴുന്നാതെ മറ്റൊരു ഡയമെൻഷനിലേക്ക് നീങ്ങുന്നു ഒക്കെ ലേഖനത്തിൽ ഇങ്ങനെ സൂചിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് നമ്മൾ വചനത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും വചനത്തിൽ വേരൂന്നി വളരുകയും ചെയ്തെങ്കിൽ മാത്രമേ യഥാർത്ഥമായ ഒരാത്മീയ സംതൃപ്തി അല്ലെങ്കിൽ ദൈവിക ആത്മീക നന്മകളിലേക്ക് നമുക്ക് ചെന്ന് ചേരാൻ കഴിയത്തുള്ളൂ. അതിനുവേണ്ടി നമുക്ക് ഒന്ന് രണ്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ താഴമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് ആവശ്യമുള്ളത് എടുത്ത് പ്രകടനത്തിനകത്ത് നമുക്ക് സംസാരിക്കാം. ഒരു 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 വലിയ ദൈവിക ബ്രേക്ക് ത്രൂ നമ്മൾ ഈ എടുക്കട്ടെ. പലപ്പോഴും നമ്മൾ അണ്ടർസ്റ്റാൻഡിങ്, നമ്മൾ ദൈവവുമായിട്ട് സംസാരിക്കുമ്പോൾ, ദൈവം നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, ദൈവം നമ്മളോട് വചനത്തിലൂടെയൊക്കെ ഇടപെടുമ്പോൾ നമ്മൾ അതിനെ യഥാർത്ഥമായി തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ പരാജയമാണ്. എല്ലാവരും മറ്റു വിടുതലും പ്രൈമറി ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഫോക്കസ് ചെയ്യുമ്പോൾ, ലോകപരമായുള്ള കാര്യങ്ങളിലൊക്കെ ഫോക്കസ് ചെയ്ത് നിൽക്കുമ്പോൾ അതൊന്നും ശാസ്ത്രമല്ല, അതൊരു താൽക്കാലികമായ ഒരു വിടുതലാണ് നമ്മൾ മനസ്സിലാക്കാതെ, അതൊരു പ്രൈമറി ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. യഥാർത്ഥമായി കർത്താവിന്റെ വചനത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയാതെ വണ്ണം നമ്മുടെ ഹൃദയത്തെ തടുക്കുന്ന അല്ല ഇരുള് അടയ്ക്കുന്ന മേഖലകളിൽ കാണുവാൻ സാധിക്കും. കൃത്യമായ ദൈവീക കമ്മ്യൂണിക്കേഷൻസുകൾ, ദൈവിക ഇടപെടലുകൾ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. പലപ്പോഴും നമുക്ക് പല കാലഘട്ടങ്ങളിൽ ദൈവം മനുഷ്യരുമായി സംസാരിച്ച് ഇടപെട്ടതാണ് തിരുവചനം അല്ലെങ്കിൽ ബൈബിളിൽ നമുക്കറിയാം. പല കാലഘട്ടങ്ങളിൽ ദൈവത്തിന്റെ ഭക്തന്മാരുടെ ദൈവത്തിന്റെ ഇംഗിത ഹൃദയം
തുറന്നതാണ് തിരുവെടുത്തുകളെന്ന് നമുക്കറിയാം. അവരതിനോട് കാണിച്ച റെസ്പോണ്ട്, അവരതിനോട് കാണിച്ച 100% റെസ്പോണ്ടാണ് അവരുടെ ജീവിതത്തിനകത്ത് വലിയ അത്ഭുതങ്ങളെ കൊണ്ടുവന്നതും വലിയ ചരിത്രപരമായ മാറ്റങ്ങൾ ഭൂമിയിൽ ഉണ്ടാക്കിയതും വലിയ കാലഘട്ടങ്ങളെ കീറി മുറിക്കുന്ന ദൈവിക അഭിഷിക്തന്മാർ എഴുന്നേറ്റ് ചെയ്ത് ദൈവത്തിന്റെ കൃത്യമായ ഇടപെടലിൽ അവൻ അതിനോട് കാണിച്ച റെസ്പോണ്ടാണ്, അവൻ അതിനോട് കാണിച്ച ഇടപെടലിന് ദൈവം ഇടപെട്ടതിനോട് കാണിച്ച പ്രതിബദ്ധതയാണ്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കി ഈ ദിവസം വചനത്തിന്റെ അകത്ത് നിന്ന് നമ്മൾ പ്രാപിച്ച് എടുക്കേണ്ട ദൈവവചനത്തിന്റെ അകത്തു നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. അതിലൂടെ നമ്മൾ വേരൂന്നി വളരേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും പരാജയം സംഭവിക്കുന്നത് നമ്മൾ കൃത്യമായ ദൈവിക ഇടപെടലുകൾ മനസ്സിലാക്കാതെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. നമുക്ക് 1-2 വാക്യങ്ങൾ വായിക്കാം. അതിനകത്ത് ഇതിന്റെ ഒരു സമയം പോലെ നമുക്കൊരു ആഴമായ ദൈവിക ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കഴിയുന്നിടത്തോളം നമുക്കിതിനെ പഠിക്കാം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 16-ാം വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 16-ാം വാക്യം വായിക്കാം. യോഹന്നാൻ 12:16. ഇത് അവന്റെ ശിഷ്യന്മാർ ആദിയിൽ ഗ്രഹിച്ചില്ല. യേശുവിന് തേജസ്കരണം വന്ന ശേഷം അവനെ കുറിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നു എന്നും തങ്ങൾ അവൻ ഇങ്ങനെ ചെയ്തു എന്നും അവർക്ക് ഓർമ്മ വന്നു. അപ്പോൾ യേശു ചില സമയത്ത് കൈമാറിയ ചില തിരുവെഴുത്തുകൾ ശിഷ്യന്മാർക്ക് ആ സമയം ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത് സുവിശേഷത്തിലൂടെ വളരെ വ്യക്തമായി കാണാൻ കഴിഞ്ഞ കാര്യമാണ്. കർത്താവ് പലപ്പോഴും പലവിധമാവുന്ന ആത്മീയ സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ കുറിച്ച്, ദൈവത്തിന്റെ പദ്ധതികളെ കുറിച്ച്, ദൈവിക ശബ്ദങ്ങളെ കുറിച്ച്, വരുവാനുള്ള കാര്യങ്ങളെ കുറിച്ച്, പ്രസന്റ് നടക്കുന്ന ദൈവിക കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോഴും ശിഷ്യന്മാർക്ക് അതിനെക്കുറിച്ച് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു വേർഡ് നമുക്കവിടെ കാണുന്നു. ഇതാണ് നമുക്ക് പലപ്പോഴും നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പ്രസന്റ് സിറ്റുവേഷനിൽ ദൈവം നമ്മളോട് ഇടപെടുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള കൃത്യമായ അവബോധം നമുക്ക് വരാത്തത് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും അങ്കലാപ്പുണ്ടാകുന്ന പല കാര്യങ്ങളും നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിൽ തെറ്റിപ്പോകുന്നതും ദൈവം നമ്മളോട് ഇടപെടുന്ന കാര്യങ്ങളെ കൃത്യമായി ഡീകോഡിങ് കഴിയാത്തത് നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു പരാജയമായി വന്നേക്കാം. അതൊരു സാധ്യതയാണ്. അതൊരു കുറവാണ്. അത് നമ്മൾ പരിഹരിച്ചെങ്കിൽ മാത്രമേ നമുക്കത് യഥാർത്ഥമായി വചനത്തിന്റെ ആഴമായ തരത്തിൽ ഉൾക്കൊള്ളാം. പിന്നീട് അവരത് യേശുക്രിസ്തുവിന്റെ മരണത്തിന് ശേഷം അവരത് ഗ്രഹിച്ചു. അവരത് കർത്താവ് പറഞ്ഞ എന്താണെന്ന് പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവരെ ടീച്ച് ചെയ്തു. അവർക്ക് അതിനെക്കുറിച്ചുള്ള ബോധ്യമുണ്ടായെന്നാണ് പറയുന്നത്. അപ്പോൾ അത് യോഹന്നാൻ തന്നെ പിന്നീട് എഴുതുന്ന ഈ സുവിശേഷം എഴുതുമ്പോൾ തന്നെ ഏകദേശം 90 എഴുതപ്പെടുന്നു കരുതപ്പെടുന്നു. അപ്പോൾ AD 30 അല്ലെങ്കിൽ 40 ഉണ്ടാകുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള അത്രയും ബോധ്യത പിന്നീട് പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടു കൂടി അവരതിനെ ഗ്രഹിച്ചെടുക്കുകയാണ്. അപ്പൊ ആ പ്രസന്റ് സിറ്റുവേഷനിൽ അവർക്ക് അതിനെ ഗ്രഹിക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ ഗ്രഹിക്കാനുള്ള ജ്ഞാനം അവർക്ക് ലഭിക്കപ്പെട്ടില്ല. നമുക്ക് പലപ്പോഴും സംഭവിക്കാറുള്ള ഒരു കാര്യമാണ്, ആത്മബലത്തിൽ നമ്മൾ കയറുന്നത് വരെ ദൈവിക സന്ദേശത്തിന്റെ ദൈവിക ഇടപെടലുകളുടെ വചനത്തിന്റെ അടുത്ത് നമുക്ക് ചിലപ്പം അതിന്റെ വേണ്ടത്ര രീതിയിലുള്ള ആഴമായ അറിവ് നമുക്ക് അല്ലെങ്കിൽ ആ ദൈവം എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് ചിലപ്പോൾ നമുക്ക് ഗ്രഹിക്കാൻ കഴിയാതെ വരുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിനകത്തുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എനിക്ക് ഇന്നും പറയാനുള്ള കാര്യം, ശിഷ്യന്മാർ 3 കൊണ്ട് നടന്നിട്ട് 3 കൊണ്ട് യേശുവിനോടൊപ്പം സഞ്ചരിച്ചിട്ട് ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തനവും ഒക്കെ കണ്ടിട്ടും അവർക്ക് തിരുവെടുത്തുമായിട്ടൊരു ടച്ച് വന്നില്ല. കാരണം അവരുടെ ജീവിത സാഹചര്യവും അവർ ചെയ്തിരുന്ന ജോലിയും അവർ ചെയ്തിരുന്ന ആളുകളും ഒക്കെ വിവിധ തരത്തിലുള്ള ആളുകൾ നമുക്കറിയാം. അവര് സാധാരണക്കാരായിരുന്നു, വലിയ ജ്ഞാനമുള്ളവരല്ലായിരുന്നു, സാധാരണക്കാരായിരുന്നു. അപ്പൊ അവർക്ക് ഈ തിരുവനന്തപുരമായിട്ടുള്ള നിരന്തരമായുള്ള ഒരു ഇടപെടൽ അവരുടെ ജീവിതത്തിലില്ലാത്തത് കൊണ്ട് അവർക്ക് ആ കാര്യങ്ങൾ അപ്പോൾ ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് നിരന്തരമായുള്ള ദൈവവചനത്തിന്റെ ആഴമായ ബന്ധം നമുക്കില്ലായെങ്കിൽ കർത്താവ് എന്താണോ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് നമ്മളിന്ന് വിട്ടുപോകാൻ സാധ്യതയുണ്ട്. ഇന്ന് രാത്രികാലം വളരെ ശക്തമായി ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്ന ഒരു കാര്യമുണ്ട്. കർത്താവ് നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കും. കർത്താവ് ചിലത് നമ്മളിലൂടെ ഈ ജനറേഷനകത്ത് ചിലത് ചെയ്യാൻ കർത്താവ് ആഗ്രഹിക്കും. അത് നമ്മൾ തിരിച്ചറിയുകയാണ്. എന്റെ മേൽ കിടക്കുന്ന ദൈവമത്വം എന്താണെന്നുള്ള ആ ബോധ്യത നമുക്കുണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് ഈ വചനത്തിന്റെ ബോധ്യത്തിലേക്ക് നമുക്ക് കയറാൻ. ശിഷ്യന്മാർക്ക് കൃത്യമായി കർത്താവ് പറഞ്ഞ എന്താണെന്ന് മനസ്സിലായില്ല. അതാണ് അവിടുത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കർത്താവ് എന്താണോ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് അത് അവർക്ക് അപ്പോൾ ഗ്രഹിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിലും കൃത്യമായി ദൈവം ഇടപെടുമ്പോൾ ആ ദൈവിക ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് കൃത്യമായി നമ്മളത് മനസ്സിലാക്കിയില്ലെങ്കിൽ
നമ്മുടെ വാക്തത്വങ്ങൾ അല്ലെങ്കിൽ നമ്മളിൽ ആക്ടിവേഷൻ ആകേണ്ട ചില കാര്യങ്ങൾ ചിലപ്പോൾ ലേറ്റ് ആകാം, ചിലപ്പോൾ വർഷങ്ങൾ നീളാം, ചില കാലഘട്ടങ്ങൾ താമസിച്ചു പോകാം എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവിടെ നിന്ന് ചിലപ്പോൾ നമ്മളിൽ നിന്ന് അത് കൈമാറി അടുത്ത തലമുറയിലേക്ക് പോകാൻ സാധ്യതകളുണ്ട്. ഏറ്റെടുക്കാത്ത ദൂതുകൾ അടുത്ത തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളോട് ഇപ്പോൾ ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വചനത്തിൽ ഒരുപക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, രാത്രികാലങ്ങളിൽ പ്രാർത്ഥിക്കുന്ന വചനം ധ്യാനിക്കുന്നവരായിരിക്കാം, ഒരുപാട് ദൈവ ശബ്ദങ്ങൾ കേൾക്കുന്നവരായിരിക്കാം, വചനം പഠിക്കുന്നവരായിരിക്കാം. അപ്പൊ അതിനെക്കുറിച്ച് കേൾക്കാൻ ആഗ്രഹമുള്ളവരായിരിക്കും, ഒരു വിടുതലിന് വേണ്ടി ആഗ്രഹിക്കുന്നത്. പക്ഷെ കർത്താവ് എന്താണോ നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, കർത്താവ് എന്താണോ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അത് നമ്മൾ ഡീകോഡ് ചെയ്തെടുക്കുക, അത് നമ്മൾ സൂക്ഷ്മതയോടെ പ്രാർത്ഥിച്ച് അത് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു വലിയ ദൗത്യമായി തന്നെ അതിനെ കണക്കാക്കണം. അതിന്റെ പരിശുദ്ധന്മാരുടെ സഹായത്താൽ നമുക്ക് ആ വചനത്തെ ഡീകോഡ് ചെയ്തെടുത്താൽ അസാധാരണമായ ഒരു ദൈവപ്രവൃത്തി ഈ തലമുറയിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളതിന് 100% സത്യമുള്ളതൊക്കെയാണ്. 100% വചനം അതിന്റെ പ്രവൃത്തി തികയ്ക്കും. പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വേറുണ്ട്, വചനം അതിന്റെ പ്രവൃത്തിയെ തികയ്ക്കാതെ മടങ്ങി വരില്ല. വചനത്തിന് അതിൻ്റെതായ ശക്തിയുണ്ട്. ആ പ്രവൃത്തിയെ തികച്ചാതെ തിരികെ മടങ്ങി വരത്തില്ല. അന്ന് പറഞ്ഞ പോലെ നമ്മൾ എടുക്കുന്ന ദൈവിക ശബ്ദങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് നിവൃത്തിയിരിക്കണമെങ്കിൽ അത് അതേപടി ആസ്വദിച്ച് അർത്ഥം മനസ്സിലാക്കി അതിലെടുത്ത് മനസ്സിലാക്കി നമ്മൾ സ്വീകരിക്കപ്പെടാൻ തയ്യാറായ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഒരു ദൈവപ്രവൃത്തി നമ്മളോട് ചെയ്തെടുക്കാൻ കർത്താവിനെ അടുത്തൊരു ജനറേഷനിലേക്ക് കൈമാറി പോകാതെ വലിയ ദൈവിക ദൗത്യങ്ങൾ നമ്മളിലേക്ക് ഏൽപ്പിക്കപ്പെടും എന്നതിന് 100% ഉറപ്പാണ്. ഒരു ഇൻസിഡന്റ് മാത്രം ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് മാത്രം പറയാം. നമുക്കറിയാം, ശമരിയ സ്ത്രീ വെള്ളം കോരാൻ വേണ്ടി ആ സമയത്ത് യേശുവിന്റെ അടുക്കിലേക്ക് വരുന്നു. യേശുവിന്റെ അടുക്കിലേക്ക് വരുന്ന സമയത്ത് അതെടുത്ത് വായിക്കാൻ സമയമില്ല. അതുകൊണ്ട് ഞാൻ തന്നെ അതിനെക്കുറിച്ചൊന്ന് പറയാം. അദ്ദേഹം ചോദിക്കുന്ന അവൾ ചോദിക്കുന്ന ചോദ്യം, കർത്താവേ, നിനക്ക് ഓരോ പാത്രവും ഇല്ല, വെള്ളവും ഇല്ല, പിന്നെ നീ എങ്ങനെ വെള്ളം കോരിയെടുക്കും? പക്ഷെ കർത്താവ് അവളോട് പറഞ്ഞത്, നീ എന്റെ മുമ്പിലിരുന്ന് ചോദിക്കുന്നത് ആരാണെന്ന് നീ അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ നിത്യജീവന്റെ ജലം നിനക്ക് നൽകുമായിരുന്നു. നിത്യതയിലേക്കുള്ള പെട്ടെന്ന് കാണാൻ സാധിക്കുന്നു. അവൾ പെട്ടെന്ന് മനസ്സിലാക്കി. എന്ന് പറഞ്ഞാൽ ശിഷ്യന്മാർക്ക് മനസ്സിലാക്കേണ്ട കാര്യം ആ സ്ത്രീ അവളെ മനസ്സിലാക്കിയെടുക്കുന്നതായിട്ട് കർത്താവ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അതിന് മറുപടി ഒന്നുപോലെ അവൾ ഓരോ ഇതിലും ആ കർത്താവിനോട് കൊണ്ട് തന്നെ അതിനെ പറയിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകണം. ആ കോൺവെർസേഷനകത്ത് നമുക്ക് വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കർത്താവ് അതിനെ യോഹന്നാൻ അതിനെ വിവരിച്ചിട്ടുണ്ട്. അതിനകത്ത് ഞങ്ങളുടെ പിതാവായ യാക്കോബാണ് ഞങ്ങൾക്ക് ഈ കിണർ തന്നിരിക്കുന്നത്, അവനൊരു വലിയവനാണോ നീ എന്ന്. ആ അറിവിനെ ആ ഒരു ആത്മീയ തലത്തിലേക്ക്, ആ ഒരു വീടിലേക്ക്, ആ ഒരു ചരിത്രത്തിലേക്ക് യേശുവിനെ കൂട്ടിക്കൊണ്ട് പോവുക. അപ്പൊ കർത്താവിനെ കൊണ്ട് തന്നെ അവരുടെ ഉള്ളിൽ കിടക്കുന്ന ആ ചെറിയ അറിവ് വെച്ച് ആ വചനത്തെ ഡീകോഡ് ചെയ്യാം. ഫ്രണ്ടിൽ വന്നിരിക്കുന്ന പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്ന ആ സ്ത്രീ യേശുവിനോട് തിരിച്ച് മറുപടി പറയുമ്പോൾ അവള് പറയുന്നു, അവളോട് കർത്താവ് പറയുന്നു, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ട്, ഇപ്പോഴുള്ളവരോ നിന്റെ ഭർത്താവല്ല എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ നീ പ്രവാചകനാണ്. കർത്താവിനെ അവൾ മനസ്സിലാക്കുക. യേശുവിനെ മനസ്സിലാക്കാത്ത ഒരു ശിഷ്യഗണം നിൽക്കുമ്പോൾ ഒരു സാധാരണ സ്ത്രീ കയറി വന്നിട്ട് യേശുവിനെ മനസ്സിലാക്കുകയാണ്, നീ ഒരു സാധാരണക്കാരനല്ല, നീ ഒരു പ്രവാചകനാണ്. യേശുവിനെ മനസ്സിലാക്കുകയാണ്. അതേ അവളോട് സംസാരിക്കുന്ന അതേ ടൈമിൽ ആ കമ്മ്യൂണിക്കേഷൻ ഡീകോഡ് ചെയ്തെടുക്കുകയാണ്. അവസാനം അവള് പറയുന്നു, നീ ഞാൻ മഷിക വരുമെന്ന് കേട്ടിട്ടുണ്ട്, എന്നാൽ നിന്നോട് സംസാരിക്കുന്നത് ഞാനാണ് വഞ്ചിക എന്നവളെ ഒരു വലിയ ക്രൂത്ത് കർത്താവ് കാര്യം നമ്മൾ അതുപോലെ ദൈവത്തിന്റെ വചനത്തെ ഡീകോഡ് ചെയ്തെടുക്കുക. ഇന്ന് രാത്രി ദൈവാത്മാവ് എന്നോട് സംസാരിക്കുന്ന ഒരു വിഷയം, നമ്മൾ വചനത്തിന്റെ ആഴമായ ബന്ധത്തിന്റെ അകത്തേക്ക് കയറി ചെല്ലുവാൻ പരിശുദ്ധമായി നമ്മുടെ ഇടവരുത്തത്. ആ സ്ത്രീ ആ ജീവിതത്തിൽ ഒരു നല്ല സാക്ഷ്യമുള്ള സ്ത്രീയല്ല, പക്ഷെ അവരുടെ ഉള്ളിൽ കിടക്കുന്ന പ്രാരംഭമായി അവരുടെ വാക്കുകളും വരമൊഴികളാലൊക്കെ കിടക്കുന്ന ദൈവവചനത്തിന്റെ ഒരു ഡെപ്ത് അവരുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അതിനെ കർത്താവ് രാത്രി ദൈവം വളരെ ശക്തമായി ആ കാര്യങ്ങൾ. അപ്പോ അവരോട് പറയുകയാണ്, നിന്റെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കുന്ന ഞാൻ തന്നെ മഷിക എന്ന കർത്താവ് അവിടെ തന്നെ റിവീൽ ചെയ്യുന്നു. കർത്താവ് ആരാണെന്ന് റിവീൽ ചെയ്യും. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിക്കുന്ന ഒരു കാര്യം, യേശുവിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നമ്മളോടുള്ള ബന്ധത്തിൽ ദൈവം ആരാണെന്ന് കർത്താവ് തുറന്ന് കാണിക്കും. നമ്മളോട് ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് ദൈവം തുറക്കും. ഇന്ന് രാത്രിയിൽ ഈ വചനം കേൾക്കുന്ന എല്ലാവരോടും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്, ദൈവത്തിനൊരു കാര്യം നമ്മളിവിടെ ചെയ്തെടുക്കാനുണ്ട്. ദൈവത്തിന് നമ്മളെ പട്ടണത്തിനകത്ത്, നമ്മുടെ ഗ്രാമത്തിനകത്ത്, നമ്മുടെ സഭയ്ക്കകത്ത്, നമ്മളായിരിക്കുന്ന ചെറിയ കുടുംബത്തിനകത്ത് ദൈവത്തിന് വലിയ അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയും. കർത്താവിനോട് അടുത്ത് ചെല്ലുമ്പോൾ
വചനത്തോട് അടുത്ത് ചെല്ലുവാൻ ഒരു സന്നദ്ധത കാണിച്ചാൽ രാത്രി ദൈവം എന്ന് പറയുന്ന വലിയ പട്ടണം, ഞാൻ പറയട്ടെ, ഒരുപാട് അച്ചാച്ചന്മാരുള്ള യഹൂദയ്ക്കകത്ത് നടക്കാത്ത ഒരു ഉണർവ് ശബരിക്കകത്ത് കൊണ്ടുവന്ന ഒരു സ്ത്രീയാണെന്ന് പറഞ്ഞാൽ നമുക്കത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. വചനത്തോട് പ്രതികരിക്കുന്ന ജാതിയോ മതമോ ഗുണമോ വർഗമോ വർണ്ണമോ ഒന്നുമല്ല. ദൈവസംഘത്തിൽ ദൈവത്തിന്റെ അടുത്തേക്ക് വചനത്തോട് പ്രതിബദ്ധത കാണിക്കുന്ന ഒരാളെ കർത്താവ് ഈ ദേശത്തിൽ ഉപയോഗിക്കുന്നല്ലേ ചെയ്യും. വചനം അങ്ങോട്ട് തുറന്നു കഴിഞ്ഞപ്പോൾ കർത്താവ് ഈ സത്യം എന്ന് തുറന്നു കഴിഞ്ഞപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ നശിക്കുകയാണെന്ന് പറഞ്ഞ അതേ മാത്രമേ കല താഴെ വീഴുന്നു. കല താഴെ വീണ്ട് അവൻ പട്ടണത്തിലേക്ക് ഓടി. റെഡിയായി കഴിഞ്ഞപ്പോൾ ഇരിക്കാൻ കഴിയും. രാത്രി ദൈവത്തിന്റെ അമ്മ പറയുന്നു, ആ സത്യം വീട് കഴിഞ്ഞാൽ ആ അസാധാരണമായ ദൈവപ്രവൃത്തി, ആ ദൈവിക വേട് നമ്മളിലേക്ക് ആക്ടിവേഷൻ ആയി കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ കിടന്ന നശിക എന്ന സത്യം മുന്നിൽ വന്ന് നിൽക്കുന്നു എന്ന യാഥാർത്ഥ്യം താൻ തിരിച്ചറിയുമ്പോൾ അവിടെ സകലതും വിടുകയാണ്. ഇന്ന് രാത്രി ദൈവത്തിന് അത് പറഞ്ഞു, വചനം നമ്മളെ കുളിച്ചടുക്കുന്ന, വചനം നമ്മളെ രൂപാന്തരപ്പെടുത്തുന്ന, വചനം നമ്മളിൽ അസാധാരണമായി ദൈവം പ്രവർത്തിക്കുന്ന, വചനം നമ്മളിൽ പട്ടണത്തിനകത്ത് ഉണർവ് കൊണ്ടിരുന്ന അസാധാരണമായ ദൈവത്തോട് ശക്തിയുള്ള ദൈവത്തിന്റെ വചനത്തിന് മാത്രമേ അത് കഴിയത്തുള്ളൂ. ഇന്ന് രാത്രി ഞാൻ വളരെ ബഹുമാനത്തോട് കൈമാറട്ടെ. നിങ്ങളിലൂടെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ദൈവത്തിനൊരു ആഗ്രഹമുണ്ട്, ദൈവത്തിനൊരു സ്വപ്നമുണ്ട്, ദൈവത്തിനൊരു കാര്യം ചെയ്തെടുക്കാറുണ്ട്. ഭൂമിയിൽ നമ്മൾ അയക്കപ്പെട്ടിരിക്കുന്നതും നമ്മളെ തിരഞ്ഞെടുക്കുന്നതിന്റെ അകത്ത് ദൈവത്തിന് വലിയൊരു ഉദ്ദേശവും. പലപ്പോഴും നമ്മൾ ആ വചനത്തിനോട് പ്രതിബദ്ധത കാണിക്കാത്തത് കൊണ്ടാണ് നമുക്ക് അതിനകത്ത് കയറാൻ കഴിയാത്തത്. ഇന്ന് രാത്രിയിൽ ഞാനൊരു കാര്യമുണ്ട്, ശബരിയക്കാരി സ്ത്രീ, നിനക്ക് 5 ഭർത്താവുണ്ട്, അതിൽ ഉള്ളതിലൊന്നും ആ ഉള്ളയാളും നിന്റെ ഭർത്താവില്ലെന്ന് പറയുമ്പോൾ ഒരു വാക്ക് പോലും എതിർത്ത് പറയാ, നീയാണോ എന്നെയാരും ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഈ വചനമൊക്കെ അറിയാവുന്നവരാണ്. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾക്ക് പോവുക എന്നൊക്കെ പറഞ്ഞു. ഞാൻ പാരമ്പര്യമായി ചർച്ചകൾക്ക് കിടക്കുന്നതാണ്. ഞാൻ എനിക്ക് ഒരുപാട് വചനങ്ങൾ അറിയാം, ഞാൻ ഇതൊക്കെ കരച്ച് കുടിച്ച ആളാണ് എന്നൊക്കെയുള്ള അബദ്ധ ധാരണകൾ നമ്മൾ ഒഴിവാക്കിയ വചനത്തോട് നമ്മൾ പ്രതിബദ്ധത കാണിക്കാൻ, വചനത്തോട് നമ്മൾ ആത്മീയ സമീപനത്തിലേക്ക്, ഞാൻ ഒന്നുമല്ല കർത്താവേ, നീ എന്റെ ജീവിതത്തിന്റെ അകത്തേക്ക് ആ വചനത്തെ ഒന്ന് തുറന്നു തരണമേ എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി 100% നിങ്ങളെ കൊണ്ട് ഹിസ്റ്ററിയെ ചേഞ്ച് ചെയ്യുന്ന ഒരു കാര്യം ചെയ്യാൻ ദൈവത്തിന് കഴിയും. നമ്മുടെ സാധാരണ തലത്തിലൂടെ ചെയ്യാൻ കർത്താവിന് കഴിയും. സാധാരണക്കാരിൽ വെറും സാധാരണക്കാരായവരുടെ ഉള്ളിലാണ് കർത്താവ് ഈ വൻകാര്യങ്ങളെ ചെയ്തെടുത്തത്. നമ്മൾ മനസ്സിലാക്കണം. അത് വചനത്തോട് കാണിച്ച ആ പ്രതിബദ്ധതയാണ്, വചനത്തോട് കാണിച്ച ആത്മസമീപനമാണ്, വചനത്തോട് കാണിച്ച ആ ഒരു എന്താ പറയുന്നത്, ആ ഒരു 100% വിശ്വസ്തതയാണ് അവരെ വലിയ പട്ടണത്തിനകത്ത് ഉണർവിലേക്ക് ഇടണം. വെള്ളം പോരാൻ വന്ന സ്ത്രീ ആയിരങ്ങളുടെ വിടുതലിന്റെ കാരണമായി തീർന്നത് ഈ വചനത്തിന്റെ മാനിഫെസ്റ്റേഷൻ നമ്മളിൽ ഉണ്ടായതുകൊണ്ടാണ്. ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് ഉണ്ടാകേണ്ടത് വചനത്തിന്റെ മാനിഫെസ്റ്റേഷനാണ്. ദൈവവചനത്തോടുള്ള പ്രതിബദ്ധതയാണ് നമ്മുടെ ജീവിതത്തിനകത്ത് വേണ്ടത്. ഇന്ന് രാത്രി ദൂത് നമ്മുടെ ജീവിതത്തിന്റെ അകത്തേക്ക് വരുമ്പോൾ ഒരിക്കലും ആ സ്ത്രീ പറഞ്ഞത് അതൊരു പ്രവചനം, അതൊന്നും തെറ്റാണ്. യേശു പ്രവചിച്ചു, അവരെ കുറിച്ച് അവിടെ മുന്നിൽ നമ്മളോട് പ്രവചിക്കുകയാണ്. ആ പ്രവചനത്തെ അവർ തിരസ്കരിച്ചിട്ട് അത് സ്വീകരിച്ചു. ഇടപെടുന്ന കാര്യങ്ങൾ പലപ്പോഴും ആൾക്കാർക്ക് ഇഷ്ടം, ഞാൻ തങ്ങളുടെ വാലാക്കും മറ്റു കാര്യങ്ങളും, അങ്ങനെ 4 കിട്ടും വീട് കിട്ടും, നിന്റെ ബ്ലോക്കുകൾ അറിയും, നിങ്ങളുടെ പ്രതിസന്ധികൾ മാറുമെന്നുള്ള നമ്മുടെ ആത്മീയ മേൽപ്പടിയായ ദൂതുകളെ സ്വീകരിക്കുവാനാണ് എല്ലാവർക്കും സാഹചര്യം, ആഗ്രഹം. പക്ഷെ നമ്മളാക്കി പണിയുന്ന പ്രവചന ശബ്ദങ്ങളെ നമ്മൾ സ്വീകരിച്ചത് നമ്മളെ എന്താണ് വചനത്തിന് കറക്റ്റ്, ദൈവത്തിന് കറക്റ്റായിട്ട് അറിയണം. ഇന്റൻഷൻ എന്താണ് ദൈവത്തിന് കൃത്യമായി അറിയാം. ദൈവത്തിന് നമ്മളെ ഉള്ളതുപോലെ അറിയാം. അത് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കപ്പെട്ട കാര്യമാണ്. അങ്ങനെയുള്ള ആത്മീയ ദൂതുകൾ നമ്മളെ പുറത്തുകൊണ്ടുവരും. അങ്ങനെയുള്ള ദൈവശബ്ദങ്ങൾ നമ്മുടെ പട്ടണത്തിലെ നിഗ്രഹീതനായ ദൈവപ്രവർത്തിയിലേക്ക് നമ്മളെ നയിക്കേണ്ടതുണ്ട്. കർത്താവ് വേണമെങ്കിൽ അവളെ കൊണ്ട് ആദ്യം തന്നെ ആ കാര്യം ചെയ്യിക്കാമായിരുന്നു. പക്ഷെ കർത്താവ് അവളെ പണിത്, വചനം വെച്ച്, വേട് വെച്ച് അവളെ പണിത്, അവളുടെ കുറവുകളെ കാണിച്ചു കൊടുത്തു. അവളുടെ കുറവുകളെ മറച്ചിട്ട് പട്ടണത്തിനകത്തേക്ക് അവളെ കയറ്റി വിടാറുണ്ട്, പട്ടണത്തിനകത്തേക്ക് അവളെ വിടാറുണ്ട്. പക്ഷെ കർത്താവ് ചെയ്തില്ല. അവളെ ഏത് സ്ഥാനത്ത് നിൽക്കുന്നു, എവിടെയാണ് അവളുടെ പൊസിഷൻ, എന്താണ് സാഹചര്യം, ഏത് മേഖലയിലാണ് പണിയപ്പെടേണ്ടത്, അത് കർത്താവ് കൃത്യമായി ചൂണ്ടിക്കാണിക്കും. ഇതായിരുന്നു ദൈവത്തിന്റെ ഡെപ്ത് എന്ന് പറയുന്നത്. നമ്മൾ എവിടെയാണോ നമ്മുടെ വീക്ക് പോയിന്റ്, എവിടെയാണോ നമ്മുടെ കുറവുള്ളത്, എവിടെയാണ് അത് വചനം നമ്മളെ കാണുന്നത്. അതാണ് ദൈവവചനം. യഥാർത്ഥ ദൈവവചനം മനുഷ്യനെ പണിയുന്നതാണ്, കണ്ണാടി പോലെയാണ്, നമ്മളെ വിവേചിക്കുന്നതാണ്. അത് നമ്മൾ ധ്യാനിക്കുമ്പോൾ ജീവിതത്തിനകത്ത് വ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്നതാണ്.
ഇന്ന് രാത്രിയിൽ ആ വചനത്തിന്റെ ശക്തി മഹത്വം നമ്മൾ തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ ഇന്ന് രാത്രി നമുക്ക് കടന്നു വരാൻ കഴിയത്തുള്ളൂ. പലപ്പോഴും ഞാൻ വേദനയോടെ പറയട്ടെ, നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ ദൈവ പദ്ധതികൾ ലയിക്കാറുന്നതിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, AD 30-35 കാലഘട്ടത്തിൽ നടന്ന സംഭവം AD 90 ആയപ്പോഴാണ് അവർക്കത് റിവീലായി കിട്ടിയത്. ഏകദേശം ഒരു 50 കൊല്ലത്തെ ഗ്യാപ്പ്, ഏകദേശം ഒരു 40 കൊല്ലത്തെ ഗ്യാപ്പ് വന്നു. അതെന്തുകൊണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ആത്മാവിന്റെ ആ സമയത്ത് അവർക്ക് അതിനെ കുറിച്ച് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. ആ സമയത്ത് അവർക്ക് അവയർനെസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളോട് ഇപ്പോൾ പറയുന്ന ദൈവശക്തിന് നമ്മൾ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ ഒരുപക്ഷെ അത് കാലഘട്ടങ്ങൾ നീണ്ടേക്കാം, ഒരുപക്ഷെ വാക്തത്വങ്ങൾ നീണ്ടുപോയേക്കാം, ഒരുപക്ഷെ ദൈവ പദ്ധതികൾ നീണ്ടുപോയേക്കാം, ഒരുപക്ഷെ ദൈവത്തിൽ അടുത്ത തലമുറയിലേക്ക് കൈമാറിപ്പോയേക്കാം. അതുകൊണ്ട് നമ്മൾ അപ്പോൾ തന്നെ ദൈവം നമ്മളോട് പറയുന്ന ദൈവശബ്ദത്തോട് മറ്റാരോടും ഒരു ചോദ്യം ചോദിക്കാൻ, മറ്റാരോടും ഒരു അഭിപ്രായം പറയാതെ നമ്മളും തന്നെ അതിനെ ഒന്ന് വിവേചിച്ച് അതിനോട് ദൈവമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്ത് ദൈവമായിട്ടൊന്ന് സംസാരിച്ച്, കർത്താവ് എവിടെയാണ് എന്നെ പ്ലേസ് ചെയ്യാൻ കർത്താവ് ആഗ്രഹിക്കുന്നത്, എവിടെയാണ് കർത്താവ് എന്നെ ഉപയോഗിക്കാനായി, എന്താണ് ഞാൻ ഈ ഭൂമിയിൽ വന്നതിന്റെ ഉദ്ദേശം, എന്നെ തിരഞ്ഞെടുക്കാൻ കാരണം എന്താണ് കർത്താവ്, എന്റെ കുടുംബത്തിന്, എന്റെ ചാർച്ചക്കാരത്ത്, എന്റെ ലോകത്തിടയ്ക്ക് പലരും ഉണ്ടായിരുന്നൊരു കർത്താവ് എന്നെ മാത്രം ഫോക്കസ് ചെയ്ത് ചൂസ് ചെയ്ത് എന്റെ കാര്യം എന്താണ് കർത്താവ്. ഈ ഒരു ചോദ്യം നമ്മൾ ദൈവവുമായി ചോദിച്ച് ഈ ദിവസങ്ങളിൽ പുറത്തു വന്നാൽ അസാധാരണമായ ദൈവപ്രവൃത്തി നമ്മൾ തന്നെ ഉണ്ടാകുമെന്ന് വിശുദ്ധന്മാർ പറഞ്ഞു. അതിന്റെ ഒരുപാട് വാക്യങ്ങൾ വായിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നമുക്ക് സമയം കിട്ടുന്നത് പോലെ നമുക്ക് അതിനെ വൈൻഡപ്പ് ചെയ്യാം. പിന്നീട് ഒരു അവസരത്തിൽ നമുക്ക് അതിനെ കുറിച്ച് ആഴമായി ചിന്തിക്കാം. ഞാൻ ഈ ദിവസങ്ങളിലെല്ലാം സ്റ്റഡി ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ് നിങ്ങളുമായിട്ട് കഴിയുന്നത്. ഒരു പ്രയോഗം ചെയ്യുന്നത് ഞാൻ ഉദാഹരണമായി യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 6-ാം വാക്യം വായിച്ചാൽ 10-ാം അധ്യായം 6-ാമത്തെ വാക്യം. ഈ സാദൃശ്യം യേശു അവരോട് പറഞ്ഞു, എന്നാൽ ഞങ്ങളോട് പറഞ്ഞത് ഇന്നത് എന്ന് അവർ ഗ്രഹിച്ചില്ല. ചെറിയൊരു ഉപമ പറഞ്ഞാൽ പോലും മനസ്സിലാക്കുക യേശു പറഞ്ഞ കാര്യം എന്താണെന്നും യേശു ഉദ്ദേശിച്ച കാര്യം എന്താണെന്നും അപ്പോൾ ശിഷ്യന്മാർക്ക് മനസ്സിലായില്ലെന്നാണ് എന്റെ അർത്ഥം. ഞാൻ യോഹന്നാന്റെ ഈ സുവിശേഷത്തിലെ ഈ തുറന്ന എഴുത്തിനെ ബഹുമാനിക്കാം. കാരണം നമുക്കിത് ഇങ്ങനെ അത് അദ്ദേഹം എഴുതി തന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയത്തില്ല. എഴുത്തുകാരൻ അതെ സാധാരണ നമ്മളെ കുറവുകളെ മറച്ചു വെച്ചാണ് സാധാരണ നമ്മൾ എന്ത് കാര്യം ചെയ്യാം. പക്ഷെ യോഹന്നാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഈ സുവിശേഷത്തിനകത്ത് താൻ അതേപടി അങ്ങനെ തന്നെ എഴുതി വെക്കുകയാണ്. വളരെ തുറന്നൊരു എഴുത്ത് പറയാം. മനസ്സിലാക്കിയില്ല, ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് അദ്ദേഹം തുറന്ന് സമ്മതിക്കാം. രാത്രി നമ്മൾ അത്രയും വലിയ ശിഷ്യന്മാരായ അപ്പോസ്തലന്മാരായ അവരുടെ അതുകൊണ്ടൊക്കെയാണ് യോഹന്നാനെയൊക്കെ ദൈവം തിരഞ്ഞെടുത്തത് ഞാൻ ഇങ്ങനെ ചിന്തിക്കുക. കാരണം വലിയ പണ്ഡിതന്മാരാണെങ്കിൽ അവരുടെ കുറവുകളെ അവരെ ബാക്കപ്പ് ചെയ്ത് വെച്ചിട്ട് അവരുടെ നല്ല കാര്യങ്ങൾ മാത്രം പുറത്തെടുത്ത് എഴുതും. പക്ഷെ ശുദ്ധ മനസാക്ഷിയുള്ള ശുദ്ധ ഹൃദയമുള്ളവര് ശുദ്ധമായി തന്നെ അവയുടെ എങ്ങനെ തന്നെ ചെയ്യാം. ഞങ്ങൾക്ക് അത് മനസ്സിലാകാതെ ശിഷ്യന്മാർക്ക് ആ സാദൃശ്യം പറഞ്ഞിട്ട് അത് മനസ്സിലാക്കാൻ ഒരു ചെറിയ സാധ്യത പോലും മനസ്സിലാക്കാൻ കഴിയാത്ത ആ തുറന്ന മനസ്സ് യോഹന്നാൻ ഉണ്ടായതിന്റെ കാരണം കൊണ്ടാണ് കർത്താവ് യോഹന്നാനെ അത്ര സ്നേഹിച്ചെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹം അത് തുറന്നു പറയുകയാണ്. അപ്പൊ ഈ ദൈവങ്ങളെ അന്നേരം ഞങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയില്ല. ആ വീട് കർത്താവ് എന്താണ് പറഞ്ഞത് ഞങ്ങൾക്ക് പിടിപിടിയില്ല. അതൊരു കുറ്റസമ്മതം എന്നതുപോലെ തന്നെ സുവിശേഷത്തിനകത്ത് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുക. നമ്മള് അപ്പോസ്തലന്മാർ അത്ര ഒന്നും നമ്മൾ വളർന്നിട്ടില്ല എന്ന് നമ്മൾ ചിന്തിക്കണം. അത്ര ഒരു പദവിയൊന്നും നമ്മുടെ ലൈഫിൽ കിട്ടിയിട്ടില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് വന്ന കുറവുകളെ നമ്മൾ മറച്ചു പിടിക്കാതെ, ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിനെ മറച്ചു പിടിക്കാതെ തുറന്ന് സംഭവിച്ച കർത്താവെ എവിടെയും എനിക്ക് വചനവുമായി ഒരു 100% എനിക്ക് യാതൊരു സത്യം പുലർത്തുവാൻ കഴിഞ്ഞിട്ടില്ല എന്ന കുറ്റസമ്മതം നമ്മൾ നടത്തിയ സാധാരണമായി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരിക തന്നെ ചെയ്യും. ആ യോഗ തന്നെ കർത്താവ് വെളിപ്പാട് തുറപ്പിക്കുന്നത് നല്ല ശരി. ആ കുറ്റസമ്മതം നടത്തിയ ആ മനുഷ്യനെ കൊണ്ട് തന്നെ അന്ത്യകാലത്തിന്റെ സകല ചരിത്രങ്ങൾ നടക്കും, സകല വെളിപ്പാടുകളും അദ്ദേഹത്തിന് തുറന്നു കൊടുക്കും. കുറ്റസമ്മതം നടത്തി ഗ്രഹിക്കാൻ മനസ്സിലാക്കിയില്ലെന്ന് അദ്ദേഹം തുറന്നെഴുതിയ അദ്ദേഹത്തിലൂടെ തന്നെ വലിയ മർമ്മങ്ങളെ കർത്താവ് അന്ത്യകാലത്തിന്റെ മർമ്മങ്ങളെ തുറന്നു കൊടുത്താണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ജീവിതത്തിനകത്തെ സ്പെസിഫിക്നെസ്, നമ്മുടെ ജീവിതത്തിനകത്തെ ആ ഏറ്റുപറച്ചിൽ, വചനത്തോടുള്ള പ്രതിബദ്ധത നമ്മളെ വലിയവരായി തീർക്കും. അത് ഭയങ്കര ആത്മീയ ആഴമായി. ഞാൻ പറഞ്ഞില്ലേ, ഈ വചനത്തിനകത്തുള്ള ആ ഡെപ്ത് മനസ്സിലാക്കി തരാൻ ശിഷ്യന്മാർക്ക് മാത്രമേ, അതല്ല അവൻ ഏറ്റക്കുറച്ചിൽ ഇല്ലാതെ
അവരുടെ നെറ്റിക്കൂടെ ചേർത്ത് വെച്ചാണ് സുവിശേഷം എഴുതി പൂർത്തീകരിക്കുന്നത്. അദ്ദേഹം പൂർത്തീകരിക്കുമ്പോൾ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഇത് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. പല സ്ഥലത്തും അവർക്ക് അങ്ങനെ സംഭവിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം നിങ്ങൾ ആരും നോട്ട് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ പ്രയോജനം ചെയ്യും. യോഹന്നാന്റെ സുവിശേഷം 16-ാം 18-ാം വാക്യം യോഹന്നാന്റെ സുവിശേഷം 16-18 വായിച്ചു. 16:18 കുറിഞ്ഞെന്ന് എന്ന് ഈ പറയുന്നത് എന്താകുന്നു? അവൻ എന്ത് സംസാരിക്കുന്നുവെന്ന് നാം അറിയുന്നില്ല എന്ന് അവർ പറഞ്ഞു. കുറഞ്ഞെന്ന് പറഞ്ഞത് അവർക്ക് മനസ്സിലായി. കാരണം പലപ്പോഴും യോഹന്നാൻ ഇത് തന്നെ ആവർത്തിച്ച് പറയുകയാണ്, കർത്താവ് എന്താണ് ഉദ്ദേശിക്കുന്നത്, കർത്താവ് എന്തിനു സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇവിടെ വളരെ നിങ്ങൾ ശ്രദ്ധിക്കണം. കർത്താവിന്റെ യോഹന്നാന്റെ സുവിശേഷത്തിനകത്തോട് നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അതിനകത്ത് കാണുന്ന ഒരു ഇന്റർലൂഡായി കിടക്കുന്ന ഒരു വചനത്തിന്റെ മാർമിക സത്യങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പം അവര് തുറന്ന് സംഭവിക്കില്ല. കുറച്ചൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, കുറച്ച് മനസ്സിലാകുന്നില്ല. സ്വതന്ത്രം ദിവസങ്ങളിൽ അപ്പം യോഹന്നാൻ വളരെ ശക്തമായി ആ ലേഖനത്തിലൂടെ നമുക്ക് ബോധ്യത വരുത്തുകയാണ്. കർത്താവ് തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട്, പക്ഷെ അത് അതേ രീതിയിൽ അതെന്താണോ ഉദ്ദേശിച്ചത് ആ ഉദ്ദേശശുദ്ധി ഞങ്ങൾ പിടിക്കുന്നു. ഇതാണ് പ്രശ്നം. ഈ കാലഘട്ടത്തെ കുറിച്ചാണ് പലപ്പോഴും വചനം എല്ലാവരും വ്യാഖ്യാനിക്കുന്നുണ്ട്, വചനം എല്ലാവരും പറയുന്നുണ്ട്, വചനം എല്ലാവരും എടുക്കുന്നുണ്ട്, അതിനെ റിലീസ് ചെയ്യുന്നത് ഏത് രീതിയിലാണെന്ന് പോലും അവർക്ക് പോലും അറിയില്ല. വചനത്തിൻ്റെതായ ആധികാരികയിലാണോ കൈകാര്യം ചെയ്തതെന്ന് വരെ ഇപ്പോൾ നമുക്ക് സംശയം തോന്നിപ്പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വചനത്തിനോട് യഥാർത്ഥ പ്രതിബദ്ധത നമ്മൾ കാണിച്ചാൽ നമ്മൾ ഈ പറയുന്ന പല പ്രശ്നങ്ങളും അവിടെ അവസാനിക്കും. ഈ വചനവിരുദ്ധമായ ഒരുപാട് കാര്യങ്ങളിലേക്ക് വഴിതെറ്റി പോകുന്ന ഒരു തലമുറയെ നമുക്കിപ്പോൾ കാണുവാൻ സാധിക്കും. എന്നിരുന്നാലും ഇവിടെ യോഹന്നാൻ വളരെ ശക്തമായി പറയുകയാണ്, ഞങ്ങൾക്ക് അത് ഗ്രഹിക്കാൻ കഴിയില്ല. രാത്രിയിൽ ദൈവത്തിന്റെ അപ്പം വളരെ ശക്തമായി നമ്മളോട് പറയുന്ന ഒരു അപ്പോസ്തലൻ നമുക്കൊരു സൂചന തരികയാണ്. നമുക്ക് ഗ്രഹിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ നമ്മൾ കർത്താവിനോട് ചോദിക്കണം. സഹായം നമ്മൾ അതിനെ ഡീകോഡ് ചെയ്തെടുക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. അതിന്റെ ഉദ്ദേശശുദ്ധി ഇതാണ്. ഞങ്ങൾക്ക് അപ്പോൾ മനസ്സിലായില്ല, പിന്നെ മനസ്സിലാക്കി സഹായത്താലും ഞങ്ങൾ അങ്ങനെ മരിക്കുകയല്ല ചെയ്തത്. പിന്നീട് ദൈവാത്മാവ് നമ്മുടെ ഉള്ളിൽ കർത്താവ് അന്ന് എന്താണോ പറഞ്ഞത് അത് ഞങ്ങൾ ഡീകോഡ് ചെയ്തെടുത്തു. അത് ഞങ്ങൾ സൂക്ഷ്മതയോടെ പരിശോധിച്ചു. പിന്നീട് ഞങ്ങൾ വചനം പഠിച്ചു. പിന്നീട് ഞങ്ങൾ വചനത്തിന്റെ അകത്ത് പ്രവർത്തനം ഇങ്ങനെ കാണുന്നുണ്ട്, ഞങ്ങൾ വചന ധ്യാനത്തിലും പ്രാർത്ഥനയിലും ഉറ്റിരിക്കും എന്ന് പത്രസപ്പോസറൻ അവിടെ സൂചിപ്പിക്കുന്നു. അപ്പോൾ അവർ വചനത്തിലേക്ക് തിരിഞ്ഞു, വളരെ ശക്തമായി വചനം പഠിക്കാൻ തുടങ്ങി. വചനത്തിന്റെ ആധികാരികയെ അവർ ഡീകോഡ് ചെയ്തെടുക്കാൻ തുടങ്ങി. അത് കണക്ട് ചെയ്ത് അത് പഠിച്ചതിന് ശേഷമാണ് ഇവരുടെ ജീവിതത്തിന്റെ അകത്ത് കർത്താവ് എന്താണ് പറഞ്ഞതെന്ന് അവർക്ക് ബോധ്യമായി തുടങ്ങിയത്. രാത്രി നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് തിരഞ്ഞെടുപ്പുകൾ നമുക്ക് സംഭവിച്ച സത്യമാണ്. ഒരുപാട് അത്ഭുതങ്ങൾ നമ്മൾ കണ്ടു, സത്യമാണ്. അപ്പം തുറക്കി 5000 പേർ കൊടുത്തത് കണ്ടു, സത്യമാണ്. അതുപോലെ തന്നെ ഒരുപാട് കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി, സത്യമാണ്. അന്ധന്മാരെ കാഴ്ച നൽകി കർത്താവ്, അതിന്റെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു, സത്യമാണ്. ഇതൊക്കെ സത്യം തന്നെയാണ്. പക്ഷേ അവർ പറയുന്നു, കുരുടന്റെ കാഴ്ച തുപ്പല് കൊണ്ടുണ്ടാക്കി മണ്ണ് വെച്ച് കർത്താവ് കാഴ്ച കൊടുത്തു, സത്യമാണ്, ഞങ്ങൾ കണ്ടതാണ്. ഹല്ലേലൂയ, സ്തോത്രം. 38 വർഷമായി കുളമായിട്ടെന്ന രോഗിയെ ഒരു സെക്കൻഡ് കൊണ്ട് കർത്താവ് എഴുതിപ്പിച്ചു. ജായിറോസിന്റെ കുടുംബത്തിനകത്ത് മരിച്ചത് വീട്ടിൽ സത്യമാണ്, ഞങ്ങൾ കൂടെയായിരുന്നു, ഞങ്ങൾ കൂടെ ഒരു സാക്ഷ്യം പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ദാസന്റെ ഭവനത്തിൽ നടന്നപ്പോൾ ഞങ്ങൾ പോയി കർത്താവിന്റെ കൂടെ ഉയർത്തെഴുതു, കർത്താവിന്റെ മഹത്വം കണ്ടു, സത്യമാണ്. പക്ഷേ വീട് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. രാത്രി ജീവിതത്തിലാണ് നിങ്ങൾ എത്ര അത്ഭുതങ്ങൾ കണ്ടെന്ന് പറഞ്ഞാൽ, എത്ര വലിയ വലിയ സാക്ഷ്യങ്ങൾ കേട്ടത് കൊണ്ട് കാര്യമില്ല. വലിയ വലിയ സാക്ഷ്യങ്ങൾ ഇവിടെ സിസ്റ്റർ ആദ്യം ഒരുപാട് സാക്ഷ്യങ്ങളെ കുറിച്ച് പറഞ്ഞു. സാക്ഷ്യങ്ങളെ കുറിച്ച് കേൾക്കുന്നവരായിട്ടല്ല, സാക്ഷ്യങ്ങളെ കൊണ്ടുവരുന്നവരാക്കി മാറ്റുവാനാണ് ദൈവത്തോട് ഉദ്ദേശിക്കുന്നത്. രാത്രി ഒരുപാട് സാക്ഷികൾ കേൾക്കുന്നവരാണ്, ഒരുപാട് പുസ്തകങ്ങൾ കേൾക്കുന്നവർ, ഒരുപാട് ദൈവിക കാര്യങ്ങൾക്ക് ഭാഗവത്തായി നിൽക്കുന്നവരായിരിക്കാം. പക്ഷേ ഞാൻ ഇവിടെ തുറന്നു പറയുകയാണ്, പക്ഷെ ദൈവം വേർഡിന് ഇതിന്റെ റൂട്ട് എന്താണോ അതിനെക്കുറിച്ച് ഗ്രഹിക്കാൻ കഴിയില്ല. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ഇതെല്ലാം സത്യമാകുന്ന ദൈവത്തിന്റെ വചനത്താലാണ്, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ദൈവിക വചനത്താലാണ് ഇതെല്ലാം സംഭവിക്കുന്നതെന്ന് പിന്നീടാണ് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് വളരെ ശക്തമായി നമ്മളോട് ആഹ്വാനിക്കുന്നതും അത് തന്നെയാണ്. ആ അപ്പോസ്തലനിലൂടെ നമ്മളോട് ദൈവം കൈമാറാൻ ആഗ്രഹിക്കുന്ന സന്ദേശം അത് തന്നെയാണ്. വചനത്തിന്റെ മാനിഫെസ്റ്റേഷൻസ് നമ്മുടെ ജീവിതത്തിനകത്തുണ്ടാകും. വചനത്തിന്റെ രഹസ്യങ്ങളെ തിരിച്ചറിയാൻ നമ്മുടെ ആത്മകണ്ണുകൾ തുറക്കണം. ഇന്ന് രാത്രി ദൈവാത്മാവ് ഒരു വചനം നമ്മൾ എടുത്താൽ
ആ വചനത്തിന് അവസാന സാധ്യതയും എന്റെ ജീവിതത്തിനകത്ത് സംഭവിക്കാൻ കഴിയുന്ന ഒരു തോന്നുമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കണം. അതുകൊണ്ടാണ് കർത്താവ് പലപ്പോഴും ചോദിക്കുന്നത്, നീ ഇത് ഞാനിത് നിനക്ക് ചെയ്തു തരാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നു. വചനത്തെ രാത്രിയിൽ പല രോഗികളുടെ കർത്താവ് ചോദ്യമാണ്, ഞാനിത് ചെയ്തു തരാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നവരാണ് അടയാളങ്ങളാണ് എന്ന് പറഞ്ഞാൽ വചനത്തിന്റെ അകത്തുള്ള വിശ്വാസികൾ വലിയ വിടുതലുകള് പട്ടണത്തിന്റെ അകത്ത്, ദേശത്തിന്റെ അകത്ത്, കുടുംബത്തിന്റെ അകത്ത്, അന്ധകാര മണ്ഡലത്തിനകത്ത് വലിയ ചലനങ്ങളെ ഉണ്ടാക്കുവാൻ ദൈവവചനത്തിന് കഴിയുമെന്ന് നമുക്ക് വളരെ ആധികാരികമായിട്ട് നിയമത്തിൽ പറയാവുന്ന ഒരു കാര്യം. ഒരു വാക്യം കൂടെ ക്ലിയർ ആവുന്നില്ല പാസ്റ്റർ. യോഹന്നാന്റെ സുവിശേഷം 20:9 വായിച്ചാൽ. 21 20:9 അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടതാകുന്നു എന്നുള്ള തിരുവെഴുത്ത് അവർ അതുവരെ അറിഞ്ഞില്ല. കണ്ടോ? 3 കൊല്ലത്തെ ശുശ്രൂഷയ്ക്കിടയിലും അവരോട് പല പ്രാവശ്യം കർത്താവ് പറയുന്നുണ്ട്, ഞാൻ മരണത്തെ കുട്ടിക്ക് പുറത്തു വരും. ഈ തിരുവചന സത്യത്തെ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല, അവര് തിരിച്ചറിഞ്ഞില്ല. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് വളരെ ശക്തമായി ഒരു പ്രവചന ശബ്ദം നിങ്ങളോട് കൈമാറാൻ ആഗ്രഹിക്കുന്നു. ഈ വചനത്തിൽ നിന്നാണ്. നിങ്ങൾ ആരാണെന്ന് ഇപ്പോൾ നിങ്ങൾ അറിയുന്നില്ല, പക്ഷെ ഒരു വലിയ ദൈവിക സത്യം നിങ്ങളിലൂടെ പുറത്തു വരാനുണ്ട്. ദൈവത്തിന്റെ ഒരു മർമ്മം നിങ്ങളിലൂടെ റിവീൽ ചെയ്യാൻ പരിശുദ്ധമോ ആഗ്രഹിക്കുന്നുണ്ട്. അത് തിരിച്ചറിയുന്നവർ ആ കാര്യങ്ങളെ കംപ്ലീറ്റ് ചെയ്യും. ഈ ദൂതിനെ ഏറ്റെടുത്ത് ചില മരണത്തെ പൊട്ടിക്കുന്ന ദൂത് വന്നിട്ടും അവർക്ക് ഗ്രഹിക്കാൻ കഴിയില്ല. ഇതിനകത്ത് ദേശത്തിനകത്ത് നിങ്ങളുടെ സഭയ്ക്കകത്ത് വാളുകൊണ്ടിരിക്കുന്ന മരണകരമായ സാധ്യതകളെ പൊട്ടിക്കുന്ന അഭിഷേകം നിങ്ങളുടെ പുറത്തു വരാൻ പരിശുദ്ധമാവനെ പദ്ധതിയുണ്ടെന്ന് പറഞ്ഞാൽ രാത്രി വളരെ ശക്തമായി സംസാരിക്കുന്ന ഒരു വിഷയമുണ്ട്. ചിലരെ കർത്താവ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. രാത്രി കർത്താവിന്റെ കരങ്ങൾ ഇണങ്ങിയ ആയുധമാക്കി ഉപയോഗിക്കാൻ കർത്താവിന് ആഗ്രഹമുണ്ട്. പട്ടണത്തിന്റെ അകത്ത് അത്ഭുതങ്ങളെ ചെയ്യുവാൻ, പട്ടണത്തിന്റെ അകത്ത് മരിച്ചതിനെ ഉയർപ്പിക്കുവാൻ, മരിച്ചതിന്റെ അകത്തിനെ ഉയർപ്പിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി ഇന്ന് രാത്രിയിൽ കൈമാറണമെന്ന് പറഞ്ഞാൽ ആരതിനെ സ്വീകരിക്കും. രോഗികൾ സൗഖ്യമാകും. ചിലർക്ക് യാത്രകൾ ഉണ്ടാകും. രാത്രി ദൈവം ചില യാത്രകൾക്കായി ചിലരെ ദൈവം കൊണ്ടുപോകുമെന്ന്. ദൈവത്തിനാവശ്യമുള്ള യാത്രകൾ, വളരെ ദൈവിക പദ്ധതിക്കായിട്ട് ചിലരെ യാത്രകൾ ഒരുക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ചില മേഖലകളെ ഇന്ന് രാത്രിയിൽ ആത്മരണത്തിൽ ജീവൻ പകരുവാൻ ഞാൻ നിന്നെ കണ്ടിരിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവ്. ഇതിന്റെ ആവശ്യമുണ്ട്. പരിശുദ്ധമ വളരെ വ്യക്തമായി സംസാരിക്കും. രാജ്യങ്ങളിൽ, പട്ടണങ്ങളിൽ, ദേശങ്ങളിൽ, കുടുംബങ്ങളിൽ എന്റെ നാമത്തെ ഉയർത്തുവാൻ ഉറപ്പിക്കുന്നു. എനിക്ക് ആവശ്യമുണ്ട് നിന്നെ. നിന്നിലൂടെ എനിക്ക് ചില കാര്യങ്ങൾ പട്ടണത്തിനകത്ത് ചെയ്യുവാനുണ്ട്. പരിശുദ്ധ നിങ്ങൾ ആരോടൊക്കെയോ ദൈവാത്മാവ് വളരെ ശക്തമായി ദൈവാത്മാവ് പറയുന്നു, കർത്താവേ അത് അവസാനത്തെ ചോദ്യവും കർത്താവ് തന്നെയാണ് പത്രത്തിനോട് ചോദിക്കുന്നത്, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു, എന്റെ ആളുകളെ ഉപയോഗിക്കാം. ചില മിഷൻസുകൾ നിങ്ങളിലൂടെ പ്രവർത്തിക്കാൻ കർത്താവിന് ആഗ്രഹമുണ്ട്, ദൈവത്തിന് ആഗ്രഹമുണ്ട്, പരിശുദ്ധാത്മാവിന് ആഗ്രഹമുണ്ട്. എന്നോട് ദൈവാത്മാവ് ചിലരെ ഞാൻ കരം പിടിച്ച് ഉയർത്തും, ചിലരെ ഞാൻ ഉപയോഗിക്കും, ചിലരെ ഞാൻ കുടുംബത്തിന്റെ അകത്ത് ഉപയോഗിക്കും, ചിലരെ പ്രാർത്ഥിച്ച രോഗികൾ സൗഖ്യമാകും. ത്തിന്റെ ഒരു മാനിഫെസ്റ്റേഷൻ ഇവിടെ സംഭവിക്കുമെന്ന് ഈ പ്ലാറ്റ്ഫോമിനകത്ത് കേൾക്കുന്ന ചിലരോട് ദൈവം പറയുന്നു, വളരെ നാളുകളായി ഞാൻ ഇവിടെ ഇടപെട്ടുകൊണ്ടിരുന്നു, പക്ഷേ ആ വാക്കുകൾക്കൊന്നും ചെയ്തില്ല. രാത്രി ദൈവാത്മാവ് വളരെ വേദനയോടെ സംസാരിക്കുന്നു. നീ തയ്യാറാണെങ്കിൽ പട്ടണത്തിനകത്ത്, ദേശത്തിന്റെ അകത്ത് നീ ഉപയോഗിക്കാൻ എനിക്ക് പദ്ധതിയുണ്ട് മകനെ. രാത്രി ഒന്നും പറയുന്നു, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു. അനേകം തള്ളിക്കളഞ്ഞിട്ട് എന്റെ കുടുംബത്തിനകത്തും എന്റെ ശാസ്ത്രങ്ങളുടെ ഇടയിൽ നിന്ന് നിന്നെ തിരഞ്ഞെടുത്തു. നിന്നെ ഒരു പാത്രമായി ഉപയോഗിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് ഉറപ്പിക്കുന്നു. അത് നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് വലിയ
ദൈവം പ്രവർത്തികളെ കൊണ്ടുവരട്ടെ. കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് തുറക്കട്ടെ. ഞാനൊരു ആത്മസന്ദേശം കൂടെ പറയാം. കാട്ടിൽ കിടന്ന ദാവീദ് അവിടെ കിടന്നുകൊണ്ട് താൻ എഴുതിയത് യഹോവ എന്റെ ഇടയനാണ്, എനിക്ക് പൊട്ടുണ്ടായില്ല. അവിടെ കിടന്നുകൊണ്ടിരിക്കുക. എന്റെ തലയെ അവൻ എന്നെ കൊണ്ട് അഭിഷേകം എന്താണ് ബാലനെ പ്രതിബദ്ധത കാണിക്കാൻ നീ ഏത് കാട്ടിൽ കിടന്നാലും എന്നെ പുറത്തു കൊണ്ടുവരാൻ ആ ദൈവബോധം മതി. എന്റെ ആരാധന മതി, എന്റെ ചെറിയ ക്യാരക്ടറുകൾ മതി. ആ കാട്ടിനകത്ത് കിടന്ന താൻ എഴുതുന്ന പാട്ടിന് ഇന്നും അതിന്റെ അർത്ഥത്തെ വർണ്ണിക്കാൻ, അതിന്റെ ആ വീടിനെ ആ പരിശുദ്ധമായ വാക്കുകൾ വർണ്ണിക്കാൻ ഇന്നും കഴിയുന്നില്ല. ഇന്ന് രാത്രി അവിടെ കിടന്നുകൊണ്ട് താൻ വേദനയുടെ അപ്പനും അമ്മയില്ല, സഹോദരങ്ങളൊക്കെ നല്ല പൊസിഷനിൽ നിൽക്കുമ്പോൾ ദാവീദ് ദൈവമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. സ്തോത്രം. നീ ആരുമില്ലാത്ത സമയത്ത് ആരുമില്ല, അപ്പനുമില്ല, അമ്മയില്ല, സഹോദരങ്ങളില്ല, ആരുമില്ലാത്ത സമയത്തിരുന്ന് ദൈവമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ദാവീദിനെ രാജാവായി കർത്താവ് കണ്ടു. ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവനെ ദൈവം പുറത്തു കൊണ്ടുവരും. എന്നോട് പരിശുദ്ധമാകും വ്യക്തമായിട്ട് സംസാരിക്കുന്നത്, ദൈവമായിട്ട് സംസാരിക്കുന്നവന് ദൈവം ഒഴിച്ചു നിർത്തതിൽ ആ കാലഘട്ടത്തിൽ എന്താക്കാമോ, ആ കാലഘട്ടത്തിൽ എന്ത് പദ്ധതിയുണ്ടോ അത് ദൈവം അദ്ദേഹത്തോടു കൂടെ ആലോചിച്ച് ചെയ്യത്തുള്ളൂ. ദൈവമായിട്ട് സമ്പർക്കം ചെയ്യുന്ന വ്യക്തിയാണ്, ദൈവമായിട്ട് ബന്ധമുള്ള വ്യക്തിയാണോ ജീവിതത്തിന്റെ അസാധാരണമായ ദൈവപ്രവൃത്തിയെ കൊണ്ടുവരും തട്ടിക്കിടന്നതാൻ പാടുകയാണ്. യഹോവയുടെ ഇടയനാണ്, എനിക്ക് വിട്ടുണ്ടാകില്ല, പക്ഷേ ആലോചിച്ച് വെക്കും. ഒരു താഴ്വര കൂടി നടന്നു പറഞ്ഞാൽ ഒരുപാട് താഴ്വരകൾ താൻ ഏകനായി നടന്ന സാഹചര്യങ്ങൾ, വീട് ഭക്ഷണമില്ലാതെ കിട്ടുന്നത് കഴിച്ച് നടക്കുന്ന ദാവീദ് പാടുന്ന പാട്ടാണ്. താഴ്വരക്കൂടെ നടന്നാലും ഞാൻ അനർത്ഥവും ഭയപ്പെടില്ല, വളരെ ഈടുറ്റ ദൈവവചനങ്ങൾ താൻ അതിനകത്തുനിന്ന് ദൈവമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പുറത്തു കൊണ്ടു. രാത്രി ഏകനായിരിക്കുമ്പോൾ ദൈവമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ഒരു അസാധാരണ വ്യക്തിയാണ് ദൈവം അദ്ദേഹം ശമൂലി എന്ന വീട്ടിൽ പറയുന്നൊരു വേടുണ്ട്, നിന്റെ ഇളയ മകനൊക്കെ അവൻ വരാതെ ഞാൻ പന്തിയിൽ ഇരിക്കത്തില്ല. എന്റെ കാര്യം എന്താണ്? ദൈവമായിട്ട് ബന്ധമുള്ളവൻ വരാതെ ദൈവിക പദ്ധതികൾ ഓപ്പണാക്കാൻ പറ്റില്ല. രാത്രി ആ വചനത്തെ മാറ്റി നമ്മുടെ ജീവിതത്തിനകത്തുണ്ടാകട്ടെ. നിന്നെ തട്ടിക്കളഞ്ഞവരെ, നിന്നെ വേണ്ടെന്ന് പറഞ്ഞവരെ, നിന്നെ ഒഴിച്ചു കളഞ്ഞവരെ, നിങ്ങളെ വേണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ മനഃപൂർവ്വമായി അവോയ്ഡ് ചെയ്തവരുടെ മധ്യത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരു കർത്താവുണ്ട്, ഒരു ദൈവശബ്ദമുണ്ട്. അതിന്റെ രാത്രി റിലീസാകുന്ന പരിശുദ്ധമാവ് വളരെ വ്യക്തമായി ദൂത് പറഞ്ഞ് ഉറപ്പിക്കുന്നു. അതുപോലെ നമുക്ക് കാണാൻ കഴിയുന്ന വ്യക്തിയാണ് നദരയിലെ ക്രിസ്തുവിനെ കുറിച്ച് എനിക്ക് അറിവുണ്ട്. ഇവൻ ചിലപ്പോൾ ക്രിസ്തു ആയിരിക്കുമോ എന്ന് പറഞ്ഞ് അപ്പോൾ നദരയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അത് അന്ത്രയോസിനോട് ചോദിക്കുകയാണ്, ഇവൻ നസ്രത്തിന് വല്ല നന്മയും വരുമോ? അപ്പൊ തിരുവഴുത്തുകളെ പരിശോധിച്ചുകൊണ്ടിരിക്കും. കർത്താവിന്റെ അടുത്തേക്ക് നദരയിൽ വരുമ്പോൾ കർത്താവ് പറഞ്ഞ വേറുണ്ട്, നദരയിലെ ഈ അക്കിയുടെ കീഴി ഇടുമ്പോൾ ഞാൻ നിന്നെ അറിഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ ദൈവ വചനവുമായി ബന്ധമുള്ളവൻ എവിടെയാണ് ദൈവത്തിനാണ് അറിയാം. ഈ ഇരുട്ടടഞ്ഞ കൂട്ടിനകത്ത പോലെ 4 ചുവരനകത്തിരുന്നാലും അറിയുന്ന ഒരു സ്വർഗമുണ്ട്. ദൈവവുമായി ബന്ധമുണ്ടെങ്കിൽ, ദൈവവുമായി ആത്മബന്ധമുണ്ടെങ്കിൽ നിങ്ങളെ അറിയുന്ന ഒരു സ്വർഗമുണ്ട്. ഇന്ന് രാത്രി ആ വളരെ തന്നെ ഒരിക്കലും നമ്മളെ അറിയത്തില്ല എന്നും നമ്മളെ ഒരു പ്രവാചകൻ കൈവെക്കുന്നില്ല എന്നും നമ്മളോട് ദൂത് പറയുന്നില്ല എന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. വചനമായി നമുക്ക് ബന്ധമുണ്ടെങ്കിൽ ദൈവമായിട്ട് നമുക്ക് ബന്ധമുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. ദൈവത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് അതിന്റെ അർത്ഥം. രാത്രിയിൽ അങ്ങനെ ഒരു വീട് ഒരിടത്തും കർത്താവ് പറഞ്ഞില്ല. കർത്താവ് ഇവൻ സാക്ഷാൽ ഇസ്രായേൽ, ഇവന് കവളമില്ല. കാരണം എന്താ കവളമില്ലാത്ത കാരണം എന്താണ്? അദ്ദേഹത്തിന് വചനവുമായി തിരുവെഴുത്തുമായി നല്ല ബന്ധമുണ്ട്. അദ്ദേഹം തിരുവെഴുത്തുകൾ പരിശോധിക്കുന്ന വ്യക്തിയാണ്, തിരുവെഴുത്തുകൾ ധ്യാനിക്കുന്ന വ്യക്തിയാണ്. തിരുവെഴുത്തുകളെ ഇടയ്ക്ക് ബ്രേക്ക് ആവണ്ട് കേട്ടോ ഫസ്റ്റ്. ഫസ്റ്റ് ഫ്രണ്ടിലോട്ട് ഇരുന്ന് പറഞ്ഞ അപ്പൊ ക്ലിയറാ. ഇപ്പൊ ക്ലിയറാ. ഫ്രണ്ടിലോട്ട് ഇരുന്ന് പറഞ്ഞേ. എന്തോ ഇടയ്ക്കൊരു ബ്രേക്ക് ആവണുണ്ട്, പറയണ ബ്രേക്ക് ആയി പോയിണ്ട്. ആത്മബന്ധം ദൈവമായിട്ടുണ്ട്. മനുഷ്യനെ ഒരിക്കലും പറയപ്പെട്ടുള്ള കാര്യത്തില്ല. അതുകൊണ്ട് അവരെ പറ്റി കൂടുതൽ ആവശ്യമില്ല, ആരും ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കർത്താവിന്റെ വീട്ടിൽ അതാണ് കാണുന്നത്. അതിനെ കൊണ്ടുവരുമ്പോൾ കാണുമ്പോൾ കവടമില്ല. വചനവുമായി ബന്ധമുണ്ട്. വചനം ധ്യാനിക്കുന്നവനാണ്, പഠിക്കുന്നവനാണ്. അവന്റെ ദൈവത്തിനറിയാം, പരിശുദ്ധാത്മാവിനറിയാം. രാത്രി ദൈവാത്മാവിനെ നിങ്ങൾ വചനവുമായി അഭേദ്യമായി ബന്ധമുണ്ടെങ്കിൽ
ഇന്ന് രാത്രി പരിശുദ്ധ നിങ്ങൾക്ക് ആരുടെയും ഒരു സബ്സ്റ്റിറ്റ്യൂഷന്റെ ആവശ്യമില്ല. കർത്താവിന് നമ്മളെ നന്നായിട്ട് അറിയാം. പണത്തെടുത്ത് പുറത്തുനിന്ന് പോകാൻ ആഗ്രഹിക്കുന്നു. ഈ മറ്റൊരു ചെറിയ സന്ദേശമാണ് എനിക്കറിയാം. പക്ഷേ ഇതിനകത്ത് കൈമാറ്റപ്പെടുന്ന ഒരു വലിയ ദൈവിക സത്യമുണ്ട്. രാത്രി അതിലേക്ക് നമുക്ക് 45 വാക്യമുണ്ട്. 24 പറയാ ഓർക്കെ. 24 അധ്യായത്തിന്റെ 45. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അവസാന കാലഘട്ടങ്ങളിലേക്ക് വരുമ്പോൾ കർത്താവിന് മുമ്പിലായി കർത്താവ് പറയുന്നത് ഇവർക്ക് മനസ്സിലാവുന്നില്ല. ഇവര് സാധാരണക്കാരാണ്. പക്ഷെ മരിച്ചുയർത്തെഴുന്നേറ്റതിന് ശേഷം കർത്താവ് ഇത് ഇവരുടെ ജീവിതത്തിൽ ആക്ടിവേഷൻ ചെയ്യുന്നൊരു വാക്യമാണ് നമ്മൾ വായിച്ചത്. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ കണ്ണുകളെ തുറന്നു, അവരുടെ ബുദ്ധിയെ തുറന്നു. ബുദ്ധിയെ തുറന്നു. കണ്ടോ? ഇന്ന് രാത്രി നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരേ ഒരു വേർഡ് ഇതാണ്. രാത്രി ദൈവം ശക്തമായി നിങ്ങളോട് പറയുന്നു, നമ്മൾ തിരിച്ചറിയേണ്ട ദൈവ ശബ്ദം ബുദ്ധിയെ തുറന്നു. കർത്താവിന് മനസ്സിലായി. ഈ കൂടെ നിൽക്കുന്ന ആൾക്കാർ കർത്താവിന് നല്ല ബോധ്യമാണ്. താൻ പറയുന്നത് വേർഡുകൾ ഇവർക്ക് ഗ്രഹിക്കാൻ കഴിയാവുന്നത്ര അപ്പുറമാണ്. ഇവരുടെ ഹൃദയത്തിന് താങ്ങാൻ പറ്റുന്നില്ല, ഹൃദയത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇവർക്കത് ഗ്രഹിക്കാൻ പറ്റുന്ന കാര്യം മനസ്സിലാക്കിയ കർത്താവിന് വളരെ വ്യക്തമായിട്ട് അറിയാം. അവരുടെ ബുദ്ധിമണ്ഡലത്തെ കർത്താവ് തുറന്നു. ആ വചനത്തിന്റെ വെളിപ്പാടിനെ, വചനത്തിന്റെ മാർമിക രഹസ്യങ്ങളെ തിരിച്ചറിയേണ്ടതിന് ബുദ്ധിമണ്ഡലത്തെ തുറക്കാൻ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പ്രബോധിപ്പിക്കുന്നു. ഇതുണ്ടെങ്കിൽ പട്ടണത്തിനകത്ത് നിന്നെ ഒതുക്കാൻ കഴിയും. ഇതിനകത്ത് ഒരു ശത്രുവിന് നിന്നെ തകർക്കാൻ കഴിയും. ഇതിനകത്ത് അത്ഭുതമുണ്ട്, അടയാളങ്ങളുണ്ട്, വീര്യപ്രവൃത്തികളുണ്ട്. ദൈവശബ്ദമാണ്. ആ ദൈവശബ്ദം ആക്ടിവേഷൻ ആയെങ്കിൽ മാത്രമേ ഇവരുടെ ജീവിതത്തിൽ മുന്നോട്ട് നല്ലൊരു യാത്ര, നല്ലൊരു ക്രിസ്തീയ ജീവിതം, നല്ലൊരു മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് കർത്താവിന് മനസ്സിലാക്കിയ കർത്താവ് ബുദ്ധി മണ്ഡലത്തെ തുറന്നു. പ്രാർത്ഥിക്കേണ്ട ഒരു മാർമിക സത്യമുണ്ട്. കർത്താവിൽ തിരുവെഴുത്തുകളുടെ ആത്മികമാകുന്ന രഹസ്യങ്ങളുടെ കലമറയെ തുറക്കുവാൻ എന്റെ ബുദ്ധിമുട്ടത്തെ തുറക്കണമേ അപ്പ. ആ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് കൊണ്ടുവരും. ഞാൻ വളരെ ശക്തമായി 100% നിങ്ങളോട് പറയാം, നിങ്ങൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച വലിയ അത്ഭുതങ്ങൾ ഇതുവരെ നിങ്ങളായിട്ട് കാണാത്ത ദൈവപ്രവൃത്തികൾ ഇതുവരെ കാണാത്ത ദൈവിക ഒപ്പുകൾ നിങ്ങൾക്ക് വേണ്ടി തുടങ്ങുക എന്ന് പറഞ്ഞാൽ ഇത് മാനിഫെസ്റ്റേഷൻ ചെയ്യപ്പെട്ടാണ്. ഒരു രോഗി കർത്താവിന്റെ അടുത്ത് വന്നു. കർത്താവേ, കർത്താവ് പറയാണ്, നീ ഇത് ഞാൻ നീ വിശ്വസിക്കുമോ? നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. പക്ഷെ ഇത് മാനിഫെസ്റ്റഡ് ആയ നിങ്ങൾ ചെയ്യാൻ തുടങ്ങും. കർത്താവ് അതാണ് പറഞ്ഞത്, നിങ്ങൾ സകലൊരു ശിഷ്യരാക്കിക്കൊള്ളു, സകലൊരു ശിഷ്യരാക്കി. ഇത് മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ, ഇത് കൈകാര്യം ചെയ്യാൻ നിങ്ങൾ പഠിച്ചിരിക്കണം. ഇന്ന് രാത്രി ദൈവത്തിന്റെ കർത്താവ് നമ്മൾ വിടുതൽ കേൾക്കുകയല്ല, സാക്ഷ്യങ്ങൾ കേൾക്കുകയല്ല, പട്ടണത്തിന്റെ അകത്ത് അത്ഭുതങ്ങളെ ജനിപ്പിക്കുന്നവരായി കർത്താവ് ടീച്ച് ചെയ്തതും അവസാനത്തോളം അവരെ പഠിച്ചതും നിങ്ങൾ പൂർണ്ണതയുള്ളവരാരും പുറത്തു വരണമെന്നുള്ളതാണ്. ഇന്ന് രാത്രിയിൽ ആ വചനത്തെ നമ്മൾ എടുത്ത് കൈകാര്യം ചെയ്യാൻ നമ്മൾ പ്രാപ്തരായ അസാധാരണമായ ഒരു ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് വരിക തന്നെ ചെയ്യും. ബന്ധിക്കാൻ കഴിയാത്തതാണ് ദൈവവചനം. ദൈവവചനത്തിന് ബന്ധനമില്ല. അതുകൊണ്ട് തന്നെയാണ് യേശുക്രിസ്തുവിനെ 3 രാവും 3 പകലും കല്ലറക്കി ഒതുക്കി വെക്കാൻ കഴിയുക. വചനത്തെ മറച്ചു വെക്കാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. വചനത്തെ മൂടി വെക്കാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. വചനത്തെ അടയ്ക്കുവാൻ ഈ ലോകത്തിൽ ഒരു സാത്താനും കഴിയത്തില്ല. പറയുന്നു, ഏത് സാത്താൻ എത്രയൊക്കെ പരിശ്രമിച്ചാലും ദൈവം വചനത്തെ തടുക്കാൻ ഈ ലോകത്തിൽ ഇന്ന് പലതിനെയും പല ബന്ധനങ്ങളെയും അഴിക്കുവാൻ, പല കെട്ടുകളെയും അഴിക്കുവാൻ ഈ ദൈവത്തിന്റെ കഴിയുമെന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം രാത്രിയിൽ. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് അവരുടെ ബുദ്ധിമണ്ഡലത്തെ തിരുവെഴുത്തുകളുടെ രഹസ്യങ്ങളെ അറിയാൻ, അതിന്റെ മർമ്മങ്ങളെ അറിയാൻ അവരുടെ ബുദ്ധിയിൽ തുറന്നു. രാത്രി ആ വചനത്തിന്റെ ആ ഡെപ്തിനകത്തേക്ക് പ്രവേശിപ്പിക്കുക.
ദൈവം നമ്മളെ ഒരുക്കി എടുക്കണം. വചനത്തിന്റെ ആ ഒരു ഡെപ്ത് നമ്മുടെ ജീവിതത്തിനകത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞുള്ള സമയമില്ലെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് വെളിപ്പെട്ട യോഹന്നാന്റെ സുവിശേഷം 1:14 വായിച്ചത്. യോഹന്നാന്റെ സുവിശേഷം 1:14. യോഹന്നാൻ സുവിശേഷം 1:14. ഹല്ലേലൂയ. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. ഈ മൂന്ന് കാര്യം നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് സംഭവിക്കും. വചനം മാനിഫെസ്റ്റേഷൻ ആയി കഴിഞ്ഞാൽ കർത്താവ് പറഞ്ഞത് വചനം ജഡത്തിൽ വെളിപ്പെട്ടു, കൃപയും സത്യവും നിറഞ്ഞു. ഒന്ന് ശ്രദ്ധിക്കണം, ഇതൊരു ശകലം കട്ടിയുള്ള സാധനമാണ് എങ്കിലും ഇത് ഉള്ളിൽ കയറിയ ഒരു വലിയ വചനം ജഡത്തിൽ കയറണം. വചനം ജഡത്തിൽ വെളിപ്പെടണം. ജഡത്തിൽ വെളിപ്പെട്ട എന്തു വരും? കൃപയും സത്യവും നിറയും. ഒന്ന് ശ്രദ്ധിക്കണം, നമ്മൾ വചനം മാനിഫെസ്റ്റേഷൻ ആയി കഴിഞ്ഞാൽ നമ്മുടെ ജഡത്തിൽ വചനം ജഡത്തിൽ വെളിപ്പെടണം. കർത്താവ് ജഡത്തിൽ വെളിപ്പെടുന്ന പോലെ കർത്താവ് പറഞ്ഞു, പൗലോസ് പറയുന്ന മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു എവിടെ ഇരിക്കുന്നു? എന്റെ ഉള്ളിലിരിക്കുന്നു. കർത്താവ് ഉള്ളിൽ വസിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് വചനം ജഡത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്കകത്ത് നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളെ ജയിച്ച് നമ്മുടെ ജഡീക മനുഷ്യനെ തോപ്പിച്ച് ജഡത്തിൽ വചനം കംപ്ലീഷനായ വചനം വെളിപ്പെട്ട എന്ന് പറഞ്ഞാൽ ഏത് മഞ്ഞോട്ട് പാപങ്ങൾ പോലും ഡീകോഡ് ചെയ്തെടുക്കപ്പെടാത്ത രീതിയിൽ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് വചനം വെളിപ്പെട്ട, വചനം ക്രിയാത്മകമായി ജഡത്തിൽ വെളിപ്പെട്ട. ജഡത്തിൽ വെളിപ്പെടുമ്പോൾ കൃപയും സത്യവും നിറയും. സഹോദരം, ഇത്തിരി കനവേറിയ ഭാഗമാണ്. അതിനകത്തോട് നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യേണ്ടതുണ്ട്. പക്ഷെ അതിനകത്ത് ലീഡ് ചെയ്യാനുള്ള സമയം നമുക്കില്ല. എങ്കിലും നമ്മുടെ ജീവിതത്തിനകത്ത് അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രാഥമിക അറിവെന്നതുപോലെ തന്നെ നമ്മുടെ ജഡത്തിന്റെ അകത്ത് വചനത്തിന്റെ മാനിഫെസ്റ്റേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നിക്കോദിമോസ് ചോദ്യം വളരെ പ്രസക്തമാണ്. നിക്കോദിമോസ് ചോദിക്കുന്നത്, ഞാൻ ഇനിയും അമ്മയുടെ ഉദരത്തിന്റെ അകത്ത് പോയി ജനിച്ചു വരണോ? നീ ഈ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും നിനക്കത് ഗ്രഹിക്കാൻ കഴിയില്ല, നിനക്കിനെ കുറിച്ച് അറിവില്ലേ? ജനിച്ചില്ല എങ്കിൽ ആരും ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയില്ല. പറഞ്ഞില്ലേ, ട്രാൻസ്ഫോർമേഷൻ വീടിനകത്ത് സംഭവിക്കണം. ഒരു മനുഷ്യന്റെ പരിപൂർണമായ മാറ്റം സംഭവിച്ചെങ്കിൽ മാത്രമേ അവൻ യഥാർത്ഥമായൊരു ദൈവത്തിന്റെ ശിഷ്യൻ, അല്ലെങ്കിൽ ദൈവത്തിന്റെ അനുയായി, യേശുവിന്റെ അനുയായി എന്ന് പറയുന്നത്. വചനം ജഡത്തിൽ വെളിപ്പെടണം. ജഡത്തിൽ വെളിപ്പെട്ട് കൃപയും സത്യവും നമ്മളിൽ നിറയും. ജഡത്തിൽ നമ്മുടെ വചനം വെളിപ്പെട്ടാൽ കൃപയും സത്യവും നിറയും. നമ്മൾ അവന്റെ തേജസ്സിലേക്ക് പോകും, ഗ്ലോറി തലത്തിലേക്ക് നമ്മൾ വിമർശനം ചെയ്യപ്പെടും. അന്ത്യകാലത്ത് നമ്മൾ ആ ദൈവത്തിന്റെ മഹത്വമുള്ള ആ ശരീരത്തിന് അനുരൂപരായി നാമോ അവനെ പോലെ ദൈവരാജ്യത്തിന്റെ ഒരു വ്യാപ്തിയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നുണ്ട് വചനത്തിലൂടെ. അപ്പൊ ഈ ജഡം അത് ഒത്തിരി വർണ്ണിക്കാനും ഒത്തിരി വിവരിക്കാനുണ്ട്. അതിനകത്ത് എങ്ങനെ വചനം കയറ്റാം, എങ്ങനെ വചനം ജഡത്തിൽ ഉൾക്കൊള്ളാൻ പറ്റും, ജഡത്തിനകത്ത് എങ്ങനെ വചനത്തെ നിറയ്ക്കാം, ഇതൊക്കെ ഒത്തിരി സ്റ്റഡി ആയിട്ടുള്ള വിഷയം. പക്ഷെ നമ്മൾ പ്രാഥമികമായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ കീഴടക്കുന്ന ഒരാത്മീയ ജീവിതത്തിന് ഉടമയായിരിക്കണം. അതിനകത്ത് നമ്മുടെ സകല പാപങ്ങളും സകല കൺവെൻഷനുകളും നിൽക്കുന്ന ദൈവീക വചനത്തിന് അധിഷ്ഠിതമായ ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെരുവിരൽ പോലും ദൈവത്തിന് വിരോധമായി ചലിക്കുവാൻ പാടില്ലാത്തൊരു നയിക്കുവാൻ നമ്മൾ സന്നദ്ധരായി കഴിഞ്ഞാൽ, ആ വചനത്തിന്റെ മാനിഫെസ്റ്റേഷൻ നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ടായി കഴിഞ്ഞാൽ, ക്രൈസ്റ്റ് ഉള്ളിൽ വന്നാൽ, അതുകൊണ്ടാണ് വാർത്ത പറയുന്നുണ്ട്, യേശുവിനെ ധരിച്ചവരെല്ലാം നാം പുതിയ സൃഷ്ടിയാകുന്നു, അവന്റെ പാപം ഒട്ടുമില്ല, പിന്നെ അവന്റെ വാഴുന്നത് ക്രിസ്തു അത്രേ. ക്രിസ്തു വാഴുന്നിടത്ത് പാപത്തിൽ ഇരിക്കാൻ കഴിയും. വചനം നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട സത്യത്തിലേക്ക് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കും. അതിൽ നിന്ന് നമ്മൾ തേജസ്കരിക്കപ്പെടുകയും അത് അവിടെ അതൊരു വലിയ സബ്ജക്റ്റ് ആണെന്ന് നമുക്ക് പിന്നീട് ഒരു അവസരത്തിൽ കർത്താവ് അങ്ങനെ പലപ്പോഴും പറയും, എന്റെ വചനം കേട്ട് എന്നെ അയച്ച ഒരു നിത്യജീവനുണ്ട്. അത് അടുത്തൊരു ഇമ്പാർട്ടേഷൻ നിത്യജീവിനെ കുറിച്ച് സംസാരിക്കുന്നത് കർത്താവ് പറയുന്നത്, എന്റെ വചനം കേട്ട് എന്നെ അയച്ചത് വിശ്വസിക്കുന്നു. നമ്മൾ ആ വേർഡിനെ സ്വീകരിക്കുകയും വേർഡ് മാനിഫെസ്റ്റേഷൻ ആവുകയും വേർഡ് നമ്മുടെ ജീവിതത്തിനകത്ത്
കുർബാനയിലേക്ക് ചെയ്തെങ്കിൽ മാത്രമേ നിത്യജീവിതത്തിലേക്ക് കൂടിയുള്ള പ്രവേശനം നമുക്ക് സാധ്യമാകുള്ളൂ. ഈ രാത്രിയിൽ അതിനെ കുറിച്ചൊന്നും യാഥാർത്ഥ്യമായ രീതിയിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വചനത്തിന്റെ മാനിഫെസ്റ്റേഷൻ ഉണ്ടായാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അപ്പസ്തല പ്രവൃത്തി 1-2 മുതൽ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. നമ്മുടെ അസാധാരണമായ ദൈവ പ്രവർത്തനം നമ്മൾ തന്നെ എഴുന്നേൽപ്പിക്കുന്നു, ഇവിടെ കാഴ്ച നൽകുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നു, അതുപോലെ തന്നെ ദുർഭോഗമുള്ളവരെ തോട്ടത്തിൽ പുറത്താക്കുന്നു, ജ്ഞാതിയുള്ളവരെ തോട്ടത്തിൽ പുറത്താക്കുന്നു, പൗലോസിന്റെ തന്നെ വലിയ സൗഖ്യങ്ങളുണ്ടാകുന്നു, പത്രോസിന്റെ നിരട് തട്ടുമ്പോൾ തന്നെ വലിയ സൗഖ്യങ്ങളുണ്ടാകുന്നു. അവരെല്ലാം പൊതുവകയായിരുന്നു. നമുക്കറിയാം വചനത്തിലെ മാനിഫെസ്റ്റേഷൻ ഉണ്ടായ അസാധാരണമായ ഉണർവുകൾ പട്ടണത്തിനകത്തുണ്ടാകും. രാത്രി ദൈവത്തിനകത്ത് നിങ്ങൾ കാണാത്ത സാധ്യതകളെ തുറക്കുവാൻ ദൈവത്തിന്റെ വചനത്തിന് കഴിയും. ചെയ്തിട്ടില്ല ശുശ്രൂഷകൾ ചെയ്യുവാൻ ദൈവത്തിന്റെ ആത്മാവിന് കഴിയും. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തത് കാണുവാൻ ദൈവത്തിന്റെ ആത്മാവിന് കഴിയും. രാത്രി വചനത്തിന്റെ മാനിഫെസ്റ്റേഷൻ പരിശുദ്ധാത്മാവിന് വന്നു കഴിഞ്ഞാൽ അത് അസാധാരണമായ ചലനങ്ങൾ ദൈവം മക്കളത്തിനകത്ത് ചെയ്യും, കുടുംബത്തിനകത്ത് ചെയ്യും, ദേശത്തിനകത്ത് ചെയ്യും, ശരീരത്തിന്റെ അകത്ത് ചെയ്യും. ഇന്ന് രാത്രി ദൈവത്തിന്റെ അസാധാരണമായ ദൈവിക പ്രവർത്തികൾ, ദൈവ പദ്ധതികൾ നമ്മളോട് റിവീലാകുന്ന ദൈവ വചനത്തിന്റെ മാനിഫെസ്റ്റേഷനിലൂടെയാണ്, ദൈവ വചനത്തിന്റെ ട്രാൻസ്ഫോർമേഷനിലൂടെ ആ വ്യക്തി അസാധാരണമായ ഒരു വ്യക്തിയായി മാറ്റപ്പെടുന്നത്. നമുക്കറിയാം 12 അപ്പോസ്തലന്മാർ 11 പേരും വളരെ അസാധാരണമായ ശുശ്രൂഷ ചെയ്ത ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു. ഇന്ന് രാത്രി ദൈവത്തോടെ വചനത്തിന്റെ മാനിഫെസ്റ്റേഷൻ നമ്മുടെ ജീവിതത്തിനകത്ത് വന്നപ്പോൾ അവർ ഇന്ന് വരെ ചെയ്യാത്തത് വൻ കാര്യങ്ങള് അതേ പട്ടണത്തിന്റെ അകത്ത്, അതേ ഗലീലയ്ക്കകത്ത്, അതേ ജെറുസലേമിന്റെ അകത്ത് ആളുകൾ അത്ഭുതപ്പെടുമാറ്, ആളുകൾ ചോദ്യം ചെയ്യപ്പെടുമാറ്, ആളുകൾ നോട്ടീസ് ചെയ്യപ്പെടുമാറ്, വലിയ അത്ഭുതങ്ങൾ, വലിയ ദൈവപ്രവർത്തനം കൊണ്ടുവരുവാൻ ആ പുസ്തകന്മാർക്ക് കഴിയും എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമായ ഒരു കാര്യമാണ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മ വളരെ ശക്തമായി നിങ്ങളോട് സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. വചനത്തിന്റെ അകത്ത് മാനിഫെസ്റ്റേഷൻ ഉണ്ടായ വലിയ ദൈവപ്രവൃത്തി നിങ്ങളിലൂടെ നമ്മളിലൂടെ ചെയ്തെടുക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന്, ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി തന്നെ അതുപോലെ സ്വീകരിക്കുന്നവർ ആ ഒരു മാനിഫെസ്റ്റേഷൻ ഇപ്പോൾ സംഭവിക്കും. കർത്താവ് ഏത് വിഷയത്തിലാണോ നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്നത്, ഏത് വിഷയത്തിലാണോ നിങ്ങളെ ശത്രു കുഴിപ്പിട്ടിരിക്കുന്നത്, അതിനെ പൊട്ടിക്കുവാൻ നിങ്ങൾ ധ്യാനിക്കുന്ന വചനം കൊണ്ട് കഴിയുമെന്ന് ദൈവത്തിന്റെ നിയോഗത്തിൽ ഏത് പ്രതിസന്ധിയുടെ അകത്താണോ നിങ്ങളെ കുഴിപ്പിട്ടിരിക്കുന്നത്. പത്രോസും യോഹന്നാനുമൊക്കെ കാരാഗൃഹത്തിനകത്ത് കിടന്ന് ആടി ആരാധിക്കുമ്പോൾ അവരിൽ വെളിപ്പെടുത്തുന്ന ദൈവസാന്നിധ്യം വരെ പുറത്തു കൊണ്ടുവന്നത്. ഇത് രാത്രി ദൈവം ഏത് സാഹചര്യത്തിന്റെ അകത്താണ് നിങ്ങൾ നിൽക്കുന്നത്, അതേ സാഹചര്യത്തിന്റെ അകത്തോ നിങ്ങൾ പുറത്തുകൊണ്ടുവരാൻ കഴിവുള്ള ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി വെളിപ്പെടും. വചനത്തിനോട് പ്രതിബദ്ധത കാണിക്കുന്ന രാത്രി ദൈവശുദ്ധത്തോട് ഈ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ ഗ്രഹിക്കാൻ കഴിയാത്ത, പക്ഷേ ദൈവാത്മനോട് പ്രാർത്ഥിക്കട്ടാവേ എന്റെ ബുദ്ധിമുട്ടുകൾക്ക് പുറത്താണേപ്പാ, എന്റെ ജീവിതത്തിന്റെ വരണം. ഇത് വർണ്ണത്തെ ചലിപ്പിക്കുന്നതാണ്, ഇത് ദേശത്തെ ചലിപ്പിക്കുന്നതാണ്, ഇത് പാറകളെ ഉടച്ച് വെള്ളത്തെ കൊണ്ടുവരുന്നതാണ്, ഇത് നദിയെ രണ്ടായി വറ്റിച്ച് കരകെട്ടുന്ന ദൈവശബ്ദമാണ്. രണ്ടായി വറ്റിച്ച് അതിനെ മതിൽ പോലെ നിർത്തി അതിനകത്തോടെ വഴിയുണ്ടാക്കുന്ന ദൈവശബ്ദമാണ്. ഇത് പാറകളെ ഉടയ്ക്കുന്ന ദൈവശബ്ദം, ഇത് കൽമഴയെ പെയ്ക്കുന്ന ദൈവശബ്ദമാണ്, ഇത് പെരുമഴയെ കൊണ്ടുവരുന്ന ദൈവശബ്ദമാണ്, ഇത് മൺവെള്ളകളെ പ്രസരിക്കുമാറാക്കുന്ന ദൈവശബ്ദം, ഇത് പുരുഷാരത്തിന്റെ ആരവം പോലെയുള്ള ദൈവത്തിന്റെ ശബ്ദമാണ്. ഇന്ന് രാത്രി ആ ശബ്ദത്തെ ഇന്ന് രാത്രി റെക്കോർഡ് ചെയ്ത് കർത്താവിന്റെ വചനത്തിന്റെ ശക്തിയാൽ ഈ ലോകം ഉളവായി എന്ന് നാം വിശ്വാസത്താൽ അറിയുന്ന ഓരോസ് പറഞ്ഞതുപോലെ ഇന്ന് രാത്രി ഉണ്ടായതും എല്ലാം ദൈവ വചനത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് നമ്മൾ വിശ്വസിച്ചാൽ ഇന്ന് രാത്രി ദൈവം വളരെ ശക്തമായിട്ടുള്ള ദൈവം ഇൻഫർമേഷൻ ഉണ്ടാകാം. ഇന്ന് രാത്രി നിങ്ങൾ ഏത് വിഷയത്തിനകത്തിരിക്കുന്നു, ഏത് പ്രദേശത്തിനകത്തിരിക്കുന്നു, ഏത് ലോകത്തിനകത്തിരിക്കുന്നു, ഏത് കുട്ടിനകത്തിരിക്കുന്നു, അതിനെ കുടിക്കാൻ കഴിയുന്ന ഒരു വചനത്തിന്റെ മാനിഫെസ്റ്റേഷൻ ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ ജഡത്തിൽ വെളിപ്പെട്ട ദൈവശക്തിയായി നിൽക്കുന്ന ക്രൈസ്തന്റെ മുമ്പിൽ മരിച്ചു കിടക്കുന്ന ലാസർ മരണമല്ല, അവൻ നിദ്രയാണെന്ന് പറഞ്ഞ് കർത്താവ് മരണത്തെ പൊട്ടിച്ചതുപോലെ ഇന്ന് രാത്രി ദൈവം ഏത് മരണകരമായ സാധ്യതകളെയും പൊട്ടിക്കുവാൻ ദൈവവചനം സത്യത്തിന് ഇന്നും തെളിയിക്കപ്പെടുന്നിരിക്കുകയാണ്. ഇന്നും തെളിയിക്കപ്പെടുക തന്നെ ചെയ്യും. രാത്രി ദൈവം വളരെ ശക്തമായ ഏത് മരണകരമായ സാധ്യതകളുടെ ഉപയോഗത്തിനകത്ത് കൊണ്ടുവന്നാലും അതിനെ പൊട്ടിക്കാൻ കഴിയുന്ന ഒരേ വചനം, ഒരേ ഒരു ദൈവശബ്ദമാണ് ദൈവവചനം എന്ന് പറയുന്നത്. അവിടെ നിന്ന് ഒറ്റ വാക്ക്, ഒറ്റ വീട് ആശ്രയി പുറത്തു വരിക എന്ന ദൈവശബ്ദത്തിൽ പോലെ ഇന്ന് രാത്രി വചനം എവിടേക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടോ അവിടെയെല്ലാം വലിയ വൻ ദൈവ പ്രവർത്തികൾ ഉണ്ടായിട്ടുണ്ട്, വലിയ ദൈവിക ഇടപെടൽ വളരെ ശക്തമായി നിങ്ങളോട് പ്രബോധിപ്പിച്ച്
മർമ്മപ്രധാനമായ കാര്യം ഇതാണ്. വചനത്തെ ദൈവ ശരീരത്തിൽ മാനിഫെസ്റ്റേഷനാക്കുക. കർത്താവിന്റെ ശിഷ്യന്മാർക്ക് സംഭവിച്ചത് അതാണ്. വെറും മീൻ കച്ചവടക്കാരായിരുന്ന, ബിസിനസ്സുകാരായിരുന്ന, സാധാരണ കച്ചവടക്കാരായിരുന്ന, അധ്വാനികളായിരുന്ന, വെറും പഠിപ്പില്ലാത്ത വിവര അറിവിന്റെ ജ്ഞാനമൊന്നും ഇല്ലാത്തവരുടെ മേല് ദൈവം ഇതിനെ പകർന്നു കൊടുത്തപ്പോൾ അവർ ലോകത്തിന്റെ അപ്പോസ്തലന്മാരായി, ലോകത്തിലെ വിശുദ്ധന്മാരായി മാറ്റപ്പെട്ടതിന്റെ ഒരേ ഒരു കാരണം അവരുടെ ജീവിതത്തിന്റെ അകത്ത് ദൈവം അവരെ മാനിഫെസ്റ്റേഷൻ ചെയ്തു. മാനിഫെസ്റ്റേഷൻ അവരുടെ ജീവിതത്തിന്റെ അകത്ത് സംഭവിക്കുന്നതുകൊണ്ട് സാധാരണക്കാരായ വ്യക്തികളായി മാറി. സാധാരണക്കാരായ വ്യക്തികൾ അവരുടെ ഗോത്രപിതാക്കന്മാരോടൊപ്പം എണ്ണപ്പെടുന്നവരായി മാറ്റപ്പെട്ടു. ഇന്ന് രാത്രി ദൈവത്തിന്റെ ഈ പട്ടണത്തിന്റെ അകത്ത്, നിങ്ങൾ ആയിരിക്കുന്ന മേഖലയ്ക്കകത്ത്, നിങ്ങളായിരിക്കുന്ന ചെറിയ ഗ്രാമത്തിന്റെ അകത്ത്, നിങ്ങളായിരിക്കുന്ന ചെറിയ സഭയ്ക്കകത്ത് വലിയ ദൈവിക പദ്ധതി നിങ്ങളുടെ ചെയ്തെടുക്കുക. കർത്താവ് എന്നോട് വളരെ വ്യക്തമായി സംസാരിക്കും. മകളെ എനിക്ക് ഒരു കാര്യം നിന്നിലൂടെ ചെയ്തെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്കൊരു കാര്യം നിന്നിലൂടെ ഈ തലമുറയിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഈ വിധേയപ്പെട്ട ഈ ദൈവശബ്ദത്തിന് വേണ്ടി ഒന്ന് കാതുറന്ന് കൊടുത്താൽ, കർത്താവേ, ഞാൻ ഇന്ന് വരെ അറിഞ്ഞതൊന്നും എന്റെ അറിവല്ല, ഇന്ന് വരെ കേട്ടതൊന്നും എന്റെ അറിവല്ല, എന്നാൽ എന്റെ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി എന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടണേപ്പാ. രാത്രി കർത്താവ് എന്നെ ഉപയോഗിക്കണമേ. ഇതുവരെ കാണപ്പെട്ട എനിക്ക് വേണ്ടി തുറക്കണമേ, എന്റെ തലമുറയ്ക്ക് വേണ്ടി തുറക്കണമേപ്പാ, എന്റെ ദേശത്തിന് വേണ്ടി തുറക്കണമേ, എന്റെ ചാർച്ചക്കാർക്ക് വേണ്ടി തുറക്കണമേ, എന്റെ അയൽവാസിക്ക് തുറക്കണമേ, എന്റെ രക്തബന്ധങ്ങൾക്ക് വേണ്ടി തുറക്കണമേ, എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തുറക്കണമേ. ഇന്ന് രാത്രി പ്രാർത്ഥന ഏത് മേഖലയിലാണോ കർത്താവെ കർത്താവിന്റെ ബ്ലോക്ക് ചെയ്തു, എത്ര വർഷങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെച്ചു എന്നൊരു ധാരണ നമ്മുടെ ജീവിതത്തിന്റെ അകത്തുണ്ടാകും. കർത്താവെ തിരുവഴുത്തുള്ള മാർഗിക രഹസ്യങ്ങളെ തിരിച്ചറിയുവാൻ എന്റെ ബുദ്ധിമുട്ടൽ തുറന്നാണ് കർത്താവെ, എന്നെ ഉപയോഗിക്കണം കേൾക്കാം. ഒരു അനുഗ്രഹമാക്കണം ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് വിശ്വസിക്കുന്നു. വചനത്തിന്റെ മാനിഫെസ്റ്റേഷൻ ആകട്ടെ. അത് ചിലത് ക്രിയ ചെയ്യുന്നതാണ്, അത് ചിലത് ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുന്നതാണ്. രാത്രിയിൽ ആ ദൈവശബ്ദം, ആ ദൈവവചനം നിങ്ങളെ ഘോഷിപ്പിക്കുമാറാകട്ടെ. ഇതിന്റെ വലിയ ഡെപ്ത് ലെവലിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. അത് ദൈവഹിതമെങ്കിൽ നമുക്ക് അടുത്ത മീറ്റിങ്ങുകളിൽ നമുക്ക് അതിനെക്കുറിച്ച് അനുഗ്രഹിക്കട്ടെ. അവർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത ഈ കാലം, ഈ സിറ്റുവേഷനിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ, ദൈവിക ശബ്ദങ്ങളുണ്ട്. അതിനെ തിരിച്ചറിയണം. ഈ കാലഘട്ടം, ഈ സമയത്ത്, ഈ പ്രസന്റ് കർത്താവിനോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നിലൂടെ കർത്താവിന്റെ സ്വപ്നം എന്താണെന്ന് ഈ ദിവസങ്ങളിൽ കർത്താവിനോട് ചോദിച്ച്, കർത്താവിനോട് പ്രാർത്ഥിച്ച്, ആ ദൈവിക തീരുമാനത്തിനകത്ത് നിങ്ങളെ കയറുവാൻ കർത്താവിനെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഇന്നത്തെ അവസാനിപ്പിക്കുന്ന കർത്താവിനെ എല്ലാവരെയും ധാരാളമായി